എന്നാൽ എഴുതി വെക്കുക, ഇത് അതുമല്ല ഇതുമല്ല, നീ ഇവിടുന്ന് പറയാൻ പോണത് മാത്രമാണത്. അതുകൊണ്ട് പുറമക്കാർ പറയുന്നതല്ല മൈ ലൈഫ്, ഇവിടെ നിങ്ങൾ പഠിക്കാൻ പോകുന്നതാണ് മൈ ലൈഫ്. തിരിച്ചറിയുള്ള സത്യം അതാണ്. ബാക്കി രണ്ട് കാര്യങ്ങൾ നിങ്ങൾ വിശദീകരിച്ച് പിന്നെ പഠിക്കാൻ സമയം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. എന്തായാലും ഈ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൈവം കനിഞ്ഞേകിയ അനുഗ്രഹമാണ് സത്യത്തിൽ ഈ ഇരിക്കുന്ന ചെയറിൽ നമുക്ക് എത്താനായി എന്നത്. കാര്യം നമ്മളൊക്കെ എവിടെയൊക്കെയോ അല്ലേ, നമ്മൾ പണ്ടാരോ പറഞ്ഞ പോലെ തന്നെ ഏതോ ലോകത്ത് ഓരോ ജില്ലയിലും ഓരോ മൂലയിലും ഓരോ പഞ്ചായത്തിലും വ്യത്യസ്ത തലങ്ങളിൽ നിന്ന ആളുകൾ ഒരു കുടക്ക് കീഴിൽ സ്നേഹം സംവദിച്ചുകൊണ്ട് എല്ലാവിധ മാനസികമായിരിക്കുന്ന ഒത്തൊരുമയോടുകൂടി നമ്മൾ നിൽക്കുന്നെങ്കിൽ ഈ ഭൂമുഖത്തിന്റെ ഏറ്റവും വലിയ സമുന്നതമായിരിക്കുന്ന ദൈവികമായ ധർമ്മ നർമ്മ പ്രവർത്തനത്തിന് ദൈവം കനിഞ്ഞേകിയ അനുഗ്രഹ ജീവിതമുള്ളവരാണ് ഇന്ന് മൈ ലൈഫിന്റെ കസേരയിൽ ഇരിക്കുമെന്ന് ആദ്യം ചിന്തിക്കുക. കാര്യം നമ്മളൊരു തീരുമാനമെടുക്കുമ്പോൾ ലോകത്ത് സംഭവിക്കുന്നത് എന്തൊക്കെയാണ്? വൈഫ് പറഞ്ഞു, ഞങ്ങളെ ലൈഫിലെ ഹിസ്റ്ററികൾ ഓരോന്ന് പറഞ്ഞു. അവൾ ഓരോന്ന് കണ്ടതാണ്, കേട്ടതാണ്, അൽത്താവസരതൊക്കെ അറിയുന്നതാണ്. ഞങ്ങൾക്ക് 2 മക്കളെന്ന് പറഞ്ഞു. ഞാൻ മക്കളെ എണ്ണം ചോദിച്ചാൽ കാറിന്റെ എണ്ണം പറയാം. അങ്ങനെയാണ് ഞങ്ങൾ മെന്ററിങ്ങിൽ. അങ്ങനെയാണ് 1ാമത്തെ കുട്ടിക്ക് 1ാം കാറ്, 2ാം കുട്ടിക്ക് 2ാം കാറ്. ഇപ്പൊ ഡൗട്ട് 3ാമത്തെ കുട്ടിയാണോ കാറാന്നുള്ള ഡൗട്ടിലാണ് മെന്ററിങ്ങിലാണ്. അതിന്റെ കേട്ടോ, അങ്ങനെയാണ്. അപ്പോ പറഞ്ഞു വരുന്ന മാറ്റർ, ഞാൻ കുട്ടി വരുമ്പോഴാണ് ഈ മൈ ലൈഫിലേക്ക് വരുന്നത്. മുടികളച്ചൊക്കെ അൽത്താവസരൊക്കെ വന്നിരുന്നു. അപ്പോഴേക്കും ഇങ്ങനെ പാർട്ട് ടൈം ആയിട്ടുള്ള സമയമാണ്. എന്തായാലും ഒരുപാട് ദൈവത്തിന് നന്ദിയുണ്ട്, എൻ്റെ ലീഡർമാർക്ക് നന്ദിയുണ്ട്. എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത മിസ്റ്റർ ഷുഹൈബ് സാർ ചെറുമുക്ക് ആർട്ടിസ്റ്റ്, നല്ലൊരു കൈയ്യടി കൊടുക്കാം. അദ്ദേഹത്തിന്റെ ലിസ്റ്റിൽ എൻ്റെ പേരുണ്ടായി എന്നതിന്റെ ഭാഗ്യമാണ് ഞാൻ ഇന്ന് അനുഭവിക്കുന്ന. ജീവിതത്തിലെ ഒരുപാട് നേട്ടങ്ങൾ ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ റിലയൻസ് അക്കാഡമി ഗ്ലോബൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ഒരു കൂട്ടം പുലിക്കുട്ടികൾ സാറ് തുടങ്ങിക്കോ പിറകിലുണ്ടെന്ന് അണിനിരന്ന ആയിരങ്ങളുടെയൊക്കെ സമ്മാനമാണ് ഈ വിജയമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളൊക്കെ ഇങ്ങനെയാണ് ഈ ബിസിനസ്. ആരാ നമ്മളെ ജയിപ്പിക്കുക എന്താവുന്നില്ല, തീരുമാനം എടുക്കാൻ നമ്മൾ ഇറങ്ങിയാൽ മതി അല്ലേ. മിസ്റ്റർ ഗാന്ധിജി എന്ന മനുഷ്യൻ ഒരു നാളെടുത്ത തീരുമാനമാണ് ദണ്ഡിയാത്രയും അതുപോലെ സമരങ്ങളൊക്കെ. അദ്ദേഹം റോട്ടിലിറങ്ങിയപ്പോൾ പിന്നിൽ അണിനിരക്കാൻ ആയിരങ്ങൾ കടന്നു പോകും. അതുപോലെ തന്നെ നിങ്ങളും ആദ്യം ഇറങ്ങാൻ തയ്യാറാവണം. ആള് വരുന്ന കാര്യം പിന്നെ ഏറ്റവും. സോ ആക്ച്വലി ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്ന സമയത്ത് ആദ്യം നമ്മൾ തിരിച്ചറിയാനുള്ളത് നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മളൊന്ന് മാറ്റേണ്ടതുണ്ട്. കാര്യം എന്താണ്? ബിസിനസ് ആണ്, ആണോ അല്ലേ? ജോലിയല്ല, ഇത് ബിസിനസ് ആണ്. മൈൻഡ് സെറ്റിന്റെ പ്രശ്നം പറയുന്ന സമയത്ത് ആദ്യ പ്രശ്നം, നമ്മൾ കാലങ്ങളായി ഏത് പാറ്റേണിലാണോ ആ പാറ്റേണിൽ തന്നെ നിൽക്കും എന്നുള്ളതാണ്. അതിനെ നമ്മൾ ആദ്യം പൊട്ടിക്കണം. ഇത് ഓർക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് SI സാർ കിണറ്റിൽ വീണ കഥ അല്ലേ. പണ്ടൊരിക്കലും ഒരു SI സാർ കിണറ്റിൽ വീണു. അദ്ദേഹം കിണറ്റിൽ വീണ സമയത്ത് അദ്ദേഹത്തെ എടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ സബോർഡിനേറ്റ് ആകുന്ന ഒരുപാട് പോലീസ് കോൺസ്റ്റബിൾമാർ വന്നു. ഈ കോൺസ്റ്റബിൾ വന്നിട്ട് കയറൊക്കെ ഇറക്കി കൊടുത്തു. സാറെ വലിച്ചു കൊണ്ടുവന്നു. അങ്ങനെ SI സാർ പൊങ്ങി വന്നാൽ പോലീസ് സ്റ്റേഷനിൽ ഒരു നിയമമുണ്ട്, SIനെ കണ്ടാൽ എന്ത് ചെയ്യണം? സല്യൂട്ട്. ആ സ്പോട്ടിൽ തന്നെ ഈ കയറ് പിടിച്ച പേര് സല്യൂട്ട് അടിച്ചു. SI നേരെ താഴ്ത്തു പോയി. അങ്ങനെ ലാസ്റ്റ് വരെ ഇനി പറ്റില്ല, നമുക്ക് പറ്റില്ല, കയറ് വിടരുതെന്നൊക്കെ പറഞ്ഞ് തീരുമാനിച്ച് ഈ സാധുവിനെ പിന്നെയും പൊക്കി. ഈ സാധു പൊങ്ങി വന്ന് ലാസ്റ്റ് എത്തി മേലെ എത്തുന്ന സമയത്ത് പേര് വീണ്ടും സല്യൂട്ട് ഇയാൾ താഴ്ത്തു പോയി. കാരണം എന്താണ്? ഇത് രാവിലെ സല്യൂട്ട് അടിച്ച് പോലീസിനെ കണ്ടാൽ SIനെ കണ്ടാൽ അടിക്കണം എന്നുള്ളത് നിർബന്ധമായി. ലാസ്റ്റ് ഈ സാധു മേലെന്ന് പൊങ്ങുമോ? ഇല്ല. ലാസ്റ്റ് മേലുള്ള പോലീസുകാർ ഒരു മീറ്റിംഗ് കൂടി. ഇങ്ങനെ പോയാൽ നടക്കില്ല, ഒരിക്കലും കഴിക്കുന്നത് കഴിച്ചില്ല എന്ന് പറഞ്ഞു. നമ്മൾ മീറ്റിംഗ് കൂടിയിട്ട് മെയിൻ ഓഫീസേഴ്സിനെ കൊണ്ടുവരാന്ന് പറഞ്ഞു. അങ്ങനെ DYSPയും അതുപോലെയുള്ള മെയിൻ ബ്രിഗേഡ് ഓഫീസർമാരെ കൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ സുപ്പീരിയർ തലത്തിലുള്ള ഓഫീസേഴ്സിനെ കൊണ്ടുവന്നു. അവരായി കയറ് വലിക്കരുത്. അവര് വലിച്ചു മേലേക്ക് എത്തിയ സമയത്ത് SI നോക്കുന്ന സമയത്ത് DYSP ആണ് കയറ് വിളിച്ചത്. നേരെ SI സല്യൂട്ട് അടിച്ച് SI നേരെ താഴത്തേക്ക് പോയി. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ആദ്യം കയറ് വലിച്ചു, സല്യൂട്ട് അടിച്ചു. രണ്ടാമത് രക്ഷപ്പെടാനുള്ള DYSP അടിച്ചു. ഇതെന്താ കാരണം? കാലങ്ങളായി പഠിച്ചു വെച്ച സാധനമാണ്. ഏമാനെ കണ്ടാൽ സല്യൂട്ട് അടിച്ചേക്കണമെന്ന്. ഇതേപോലെ ചില അസുഖത്തിന്റെ അകത്തുണ്ടെങ്കിൽ ഈ ഇൻഡസ്ട്രി തിരിയില്ല. അത് ആദ്യം മനസ്സിലാക്കാം. ആ അസുഖം എന്താണ്? ഒന്നാമത്തെ സാധനം, ഇത് ജോലിയാണ് എന്ന ധാരണയിൽ നിൽക്കുക. ഇത് ജോലിയല്ല മക്കളെ, ഇത് ബിസിനസ് ആണ്. എന്താ ബിസിനസിന്റെ പ്രത്യേകത? ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ക്രിയേഷൻ. ബിസിനസ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ്, ആണോ അല്ലേ? അതൊരു അസംഷൻ ആണ്, അതൊരു ക്രിയേഷൻ ആണ്, അതൊരു ഡെഡിക്കേഷൻ ആണ്, അതൊരു വിഷൻ ആണ്, അതൊരു മിഷൻ ആണ്, അതൊരു പാഷൻ ആണ്, അതൊരു ആക്ഷൻ ആണ്. നിർബന്ധമായിട്ടും ഈ സാധനം ഉണ്ടെങ്കിൽ ബിസിനസ് ഉള്ളൂ. ഇത് താനേ നടന്നോളും, അങ്ങനത്തെ ഒരു കാര്യമല്ല ഇത്, ആണോ? വിത്ത് എറിഞ്ഞ് താനേ ഉണ്ടാകുന്ന പോലെയാണോ ഇത്? അല്ല. എറിഞ്ഞ വിത്തിന്റെ പരിസരത്ത് ആ കൾട്ടിവേറ്റ് ചെയ്യുന്ന ബിസിനസ്മാൻ ആകുന്ന ലീഡർ നിന്നേക്കണം. അവിടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. മാത്രം മതിയോ? ഒരു വിത്ത് നടുന്ന സമയത്ത് നമ്മൾ ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തെല്ലാം ഒക്കെ ചെയ്യാനുണ്ട്? ഫസ്റ്റ് നമ്മൾ അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ക്ലിയർ ആണോ അല്ലേ? ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് മാത്രം വിത്ത് വളരുമോ? നോ. അതിനെന്ത് ചെയ്യണം? വളർന്നു വരുന്ന സമയത്ത് കന്നുകാലി തിന്നാതിരിക്കാൻ വേണ്ടി അതിന് വേലി കെട്ടിയ കൂടി വേണമല്ലേ? സോ നമ്മളാകുന്ന ബിസിനസിന്റെ വിത്ത് നമ്മുടെ ഹൃദയത്തിൽ പാകുമ്പോൾ 2 കാര്യമുണ്ട്. ഇത് വളരാനുള്ള വെള്ളം എന്ന് പറയുന്ന ഒഴിച്ചു കൊടുക്കുന്ന നഗരി പ്രോഗ്രാം ആളുകളാണ്. അവിടെ കൊണ്ടുവന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുക തന്നെ ചെയ്യണം. ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ, നമ്മൾ സഞ്ചരിക്കുന്ന പാതയിൽ കുടുംബങ്ങളും
കൂട്ടുകാരും ബന്ധുമിത്രാദികളും പരിസരവാസികളും മുഴുവനും നമ്മളെ തോൽപ്പിക്കാനും നെഗറ്റീവാക്കാനും നിൽക്കുമ്പോൾ കന്നുകാലികളെ പോലെ നാം ആകുന്ന വിത്തിനെ തിന്നാൻ വരികയാണ്. വേലി കെട്ടേണ്ട ഉത്തരവാദിത്തം ലീഡറാണോ നമ്മളാണോ? ആര് കെട്ടണം വേലി? നമ്മൾ കെട്ടണം. ഇത് നമ്മൾ കെട്ടാത്തോണ്ടല്ലേ അവര് വന്നിട്ട് എനിക്ക് വല്ല അസുഖം ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. ആ അസുഖമുണ്ടെന്ന് കേൾക്കാനുള്ള സമയം നിങ്ങൾ അനുവദിച്ചുകൊണ്ടല്ലേ അവർ നിങ്ങളോട് പറഞ്ഞത്. അത് പറഞ്ഞിട്ട് ഇവനോട് കാര്യമില്ലെന്ന് കാണിക്കാനുള്ള തന്റെ ഇടം നമ്മൾ കാണിക്കുമ്പോ ഏറ്റെടുത്ത മുദ്രാവാക്യത്തിന്റെ മുന്നിൽ നിന്ന് തട പറയാൻ ഒരു കുട്ടി വരില്ല എന്ന് ആദ്യം തിരിച്ചറിയാം. നമ്മളാണ് ആ നോക്കേണ്ടത്. നമ്മളാണ് അവർക്ക് ചാൻസ് കൊടുത്ത് നീ എന്നെ പരിഹസിച്ചോ കളിയാക്കിക്കോ ഞാൻ കേൾക്കട്ടെ എന്ന് പറയുന്നത്. സോ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഇതിനകത്ത് ഇൻഡസ്ട്രിയിൽ മസ്റ്റാണ്. ഈ ഇൻഡസ്ട്രിയിൽ വന്ന സമയത്തും വൈഫ് പറഞ്ഞ പോലെ തന്നെ ടീച്ചറാണ്, ട്രെയിനറാണ്. അതുപോലെ തന്നെ നമ്മുടെ അജാസ് ഭായി പറഞ്ഞ പോലെ തന്നെ ഓൾ ഓവർ ഇന്ത്യയിൽ തന്നെ തെറ്റില്ലാതെ വിദ്യാഭ്യാസ മേഖല ഒരു വ്യാഴവട്ടക്കാലം ഒരുപാട് സ്ഥലങ്ങളിൽ നിസ്തുല സേവനം നടത്താൻ പറ്റിയിട്ടുണ്ട്. അഭിമാനമായി ഞാൻ കൊണ്ടു നടക്കാറുണ്ട്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥി മക്കൾ ലോകത്തുള്ള ഒരു അധ്യാപകനായി എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അത് അൽഹംദുലില്ലാഹ്. ആ കണക്ക് അങ്ങനെ തന്നെ പറയാനുള്ള കാരണം അത് സോളിഡ് പ്രൂഫാണ്. ലക്ഷങ്ങൾ. ഓക്കെ. സോ സീരിയസ്ലി ഇങ്ങനെയൊക്കെ ഉണ്ട്. അന്ന് അറിയപ്പെട്ട ആളാണ്, ട്രെയിനറാണ്, പലതുമാണ്. പക്ഷേ എനിക്ക് എൻ്റെ ഉമ്മ ഇട്ട പേര് ഇസ്മായിൽ എന്നായിരുന്നു. പക്ഷെ മൈ ലൈഫ് ഇട്ട പേര് വൈദ്യൻ, ഡോക്ടർ, പിന്നെ പല പേരുണ്ട്. ആണോ അല്ലേ? ഇത് കിട്ടിയ ആൾക്കാർ ആരൊക്കെയാണ്? വൈദ്യരെ ഡോക്ടർ NTC ആവും, ഉറപ്പാണ്. കൈയടിച്ച് വെച്ചോളൂ. നിങ്ങൾക്ക് NTC ആകാനുള്ള യോഗ്യത. ആദ്യത്തെ പേര് തയ്ക്കാറ് നിങ്ങളുടെ പേരെല്ലാം അവർ വിളിക്കാം. കാരണം ഇത് വിളിക്കാൻ കാരണമുണ്ട്. എത്ര പേരെ എനിക്ക് കിട്ടിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയാ കുടുംബത്തിലൊക്കെ ചില ചർച്ച കൂട്ടുകാരന്മാരൊക്കെ ചെയ്യാൻ തുടങ്ങി. അവര് കണ്ടത് വലിയ ടീച്ചറും ട്രെയിനറായി ഇതുപോലെയുള്ള സ്റ്റേജുകളിൽ വലിയ സ്റ്റേജുകളിൽ ഞാൻ കയറിയിട്ടുണ്ട്. ഞാൻ ഇവരൊക്കെ പണ്ട് കാലത്തൊക്കെ വന്ന സമയത്ത് എന്റെ മൊബൈലൊക്കെ നോക്കാറുണ്ടായിരുന്നു. നമ്മുടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഇരുഭാഗത്തും ആളുകൾ കൂടി റെഡ് കാർപ്പറ്റ് നടുവ് കൂടി പൂക്കൾ എറിഞ്ഞു പോകുന്ന ഒരു ലോകത്ത് നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. പിന്നെ കൈക്കല് സോപ്പും വേസ്റ്റൊക്കെയാണ്. അപ്പൊ ആരോ പറഞ്ഞു ഇയാൾക്ക് തലപ്പിനെ നമ്മളെ പഠിച്ചു മറിയല്ലോ, അങ്ങനെ വരെ പേര് കൊണ്ടില്ലല്ലോ. ആ ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ആദ്യം വിചാരിക്കുക വരാനുള്ളതാണ് വൈക്കത്തങ്ങൂല. ഉറപ്പായിട്ടും വരും. അത് വിശ്വസിച്ചുകൊണ്ട് തന്നെ തുടങ്ങാം. കാരണം എന്താണ്, ഈ ലോകത്ത് വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഒരു അരപ്പിരി ലൂസ് നിർബന്ധമാണ്. ഈ ബിസിനസ് ഫുൾ ബുദ്ധിയുള്ള ആൾക്കാർ ഏതെങ്കിലും ഫാൻ്റെ അടിയിൽ മുതലാളിന്റെ പണിക്കാരനേക്കാരം. മനസ്സിലായോ? അരപ്പിരി ലൂസ് ഉള്ളവൻ ആ ബിൽഡിങ്ങിന്റെ മുതലാളിയേക്കാരം. ഇതിൽ ഏതാ നല്ലത്? അവിടുത്തെ ഫാൻ്റെ അടിയിലെ പണിക്കാരനാവണം, അല്ല മൊത്തം ബിൽഡിങ്ങിന്റെ മുതലാളിയാണ്? ഏതാ നല്ലത്? എന്നാൽ അരപ്പിരി ലൂസ് ഉള്ളവർക്ക് ഇത് തിരിയുള്ളൂ, അല്ലാതെ ഫുള്ള് ബുദ്ധിയുള്ളവർക്ക് ഇത് തിരിയില്ല. കാരണം എന്താണ്, ലോകത്തെപ്പോഴും ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒരു അല്പം ഭ്രാന്ത് വേണം. രണ്ടിന്റെ സ്പെല്ലിംഗ് നോക്കാണ്. കറക്റ്റ് ആണോ? അല്ലേ? അപ്പൊ ഭ്രാന്ത് ഉള്ളവർക്ക് എന്തുണ്ടാക്കാം? അത്രേ ഉള്ളൂ. ഇത് ഞാൻ പറഞ്ഞത് ഇംഗ്ലീഷിൽ വരുന്നതാണ്, ഇത് ലോകത്തുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യണം. ലുലു മാൾ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ബ്രാൻഡ് ആസ് യു നോ. അതേപോലെ തന്നെ കല്യാൺ രാമൻ ഇറ്റ്സ് എ ബ്രാൻഡ്. അതേപോലെ തന്നെ നമ്മൾ ലോകത്ത് കേട്ട എന്തും ഫേസ്ബുക്ക് ബ്രാൻഡാണ്. എവറിത്തിങ് ഇസ് ബ്രാൻഡ്. മൾട്ടി മില്യനേഴ്സ് ക്രിയേറ്റ് ചെയ്തൊക്കെ ബ്രാൻഡുകളാണ്. So you would like to make a brand within you, you must have some kind of brand. ഞാൻ പറഞ്ഞ മനസ്സിലായോ? സോ ബ്രാൻഡ് ഉണ്ടാവുക. എന്തിന്റെ ബ്രാൻഡ്? ജയിക്കാനുള്ള വാശിയുടെ ബ്രാൻഡ് ഉണ്ടാവുക. എങ്കിൽ നിങ്ങൾക്ക് ഏതറ്റം വരെയും ജയിക്കാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഇൻഡസ്ട്രിയിലേക്ക് നിങ്ങൾ കടന്നു വരുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ട കുറച്ച് ക്വാളിറ്റീസ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒന്നാമത്തെ ക്വാളിറ്റി, യു മസ്റ്റ് ഹാവ് എ പർപ്പസ്. എന്തിന് ഈ ബിസിനസ് ചെയ്യുന്നു? വൈ ഡു ഐ ഡു ദിസ് ബിസിനസ്? ഞാൻ എന്തിനാണ് ചെയ്യുന്നത്? വൈ എന്ന വാക്കിനർത്ഥം എന്താ? എന്തിനു വേണ്ടി? വൈ എന്നതിന്റെ ഉത്തരം കിട്ടിയവർക്ക് തെളിയുന്ന വാക്കാണ് വഴി എന്ന് പറഞ്ഞാൽ വൈ ഈസ് ഈക്വൽ ടു വഴി. എന്തുകൊണ്ടാണ് വഴി കിട്ടാത്തത്? എന്റെ വണ്ടിയാണോ? എന്റെ വണ്ടി ആ സ്ഥലത്ത് മാറ്റാൻ. ഓക്കെ, താങ്ക് യു. വണ്ടി ഞാൻ മാറ്റണ്ട്. ഇലക്ട്രിക്കിന് ഓർഡർ കൊടുത്തേക്കണ്. ഈ വണ്ടി ഉള്ളോട്ടൊന്നല്ല, മൊത്തമായിട്ട് മാറ്റണ്ട്. ഓക്കെ, അപ്പൊ അതും അഡ്വാൻസ് ആയിട്ട് പറയും. ഇൻഷാ അല്ലാഹ് അധികം താമസിയാതെ ഇലക്ട്രിക് വാഹനം ലൈഫിൽ വരുന്നതായിരിക്കും. അപ്പൊ ഞാൻ സീരിയസ്ലി പറയുന്നത് വെച്ചാൽ വഴി എന്ന സാധനത്തിന് ഉത്തരം കിട്ടിയവർക്ക് എന്ത് തെളിയും? വഴി. എവിടേക്ക് പോകണമെന്ന് വഴി തെളിയും. ഇപ്പൊ എന്താ തെളിയാത്തത്? ഞാൻ എന്നെ എന്തിനാ ചെയ്യുന്നത് എനിക്ക് തന്നെ അറിയില്ല. പണ്ടൊരു ഗ്രാമത്തിൽ ഒരു വലിയ സംഭവം നടന്നു, നാട്ടുരാജ്യങ്ങളുടെ രാജ്യത്ത്. ആ സമയത്ത് അതീവ പ്രണയത്തിലായി ഈ നാട്ടിലെ രാജകുമാരനും ആ നാട്ടിലെ രാജകുമാരിയും. അന്ന് നാട്ടുരാജ്യങ്ങളാണല്ലോ. കൊടുത്തപ്പെട്ട പ്രണയമായി. പ്രണയം മൂത്തു. ലാസ്റ്റ് ഒന്നിക്കണമെന്ന് വിചാരിച്ചു. ലാസ്റ്റ് കൊട്ടാര സന്നിധാനത്തിൽ ഇതിന്റെ ചർച്ച വന്നു. ഇവിടെ രാജകുമാരി പറഞ്ഞു എനിക്ക് അയൽവക്കത്തെ രാജ്യത്തിലെ രാജകുമാരനുമായിട്ട് ഒരുമിച്ച് ജീവിക്കണം, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞു. ലാസ്റ്റ് കൊട്ടാര പ്രമുഖന്മാർ തമ്മിൽ ഇരുന്നു. അപ്പൊ മുൻകാലത്തുള്ള നയതന്ത്ര ബന്ധത്തിലേക്ക് ഒരുപാട് പ്രയാസം വന്ന കാരണത്താലും മുന്നോട്ടുള്ള ജീവിതത്തിൽ ഇവരെ ഒന്നിപ്പിച്ചാലുണ്ടാകുന്ന പ്രയാസം കാരണത്താലും രണ്ട് രാജാക്കന്മാരും തമ്മിൽ പറഞ്ഞ് ഇത് നടക്കുന്ന കേസല്ല എന്ന് പറഞ്ഞു. പക്ഷെ പ്രണയം മൂത്താൽ പ്രണയത്തിന് കണ്ണില്ല, മൂക്കില്ല, ചെവിയില്ല, പിന്നെ പ്രത്യേകിച്ച് തലച്ചോറുമില്ല. എന്തായാലും ശരി, സംഗതി എന്ത് ചെയ്തു?
ഇവർ ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയില്ലെങ്കിലും പിന്നെന്ത് ചെയ്യാം, ഒരുമിച്ച്. അതാണ് അസുഖമുള്ള ആൾക്കാർ. ശരിക്കും പ്രായമുള്ള ആൾക്കാർ അങ്ങനെയല്ല ചെയ്യല്, വേറെ നോക്കിയിട്ട് ജീവിച്ചു പോകാനാണ്. അപ്പോ അതാണ് യഥാർത്ഥത്തിൽ ചെയ്യാനുള്ളത്. എനിക്ക് മരിച്ചേണ്ട ആവശ്യം. ഓക്കെ, സോ എന്തായാലും ശരി, മരിക്കാൻ വേണ്ടി പ്രണയിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അവിടെ പോയിട്ട് തേങ്ങാക്കൊല്ലാണ് അങ്ങനത്തെ സംഭവം നടന്നില്ല. അവിടെ ജീവിച്ചോളി. ഓക്കെ, സോ മര്യാദക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ലാസ്റ്റ് മരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ലാസ്റ്റ് രണ്ട് നാട്ടുരാജ്യത്തിന്റെയും സംഗമ ഭൂമികയാകുന്ന ഒരു ആൽത്തറയിലേക്ക് അവര് സാധനം പ്ലാൻ ചെയ്തു. കാരണം എന്താ, ആ നാട്ടിലും രാജാവായി നാളെ വാഴേണ്ട മനുഷ്യനാണ്, ഈ നാട്ടിലെ കുടുംബക്കാരനാവേണ്ടവനാണ്, ഈ നാട്ടിലെ രാജ്ഞി ആവേണ്ടവളാണ്, ആ നാട്ടിൽ വരേണ്ടവൾ. അങ്ങനെയല്ലേ കുടുംബം വന്നിട്ടുണ്ടായില്ലേ? അപ്പൊ ജംഗ്ഷനിലല്ലേ വെച്ചാൽ നല്ലത്. ഓക്കെ, അത് ലാസ്റ്റ് ആൽത്തറ തിരഞ്ഞെടുത്തു. അവിടെ വന്നിട്ട് രണ്ടുപേരും കെട്ടി തൂങ്ങി ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് പിറ്റേന്ന് രാത്രി ഇവര് തൂങ്ങി രണ്ടാളും ഇങ്ങനെ അടിപൊളി ഇങ്ങനെ തൂക്കം നോക്കുന്ന സമയമാണ്. രണ്ടാളും ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്, ഏതായാലും ഡെഡ് ബോഡി ആയിട്ടാണ്. ആ സമയത്ത് ഒരു സാധു മനുഷ്യൻ അതിലൂടെ വിവരദോഷി ആയിക്കൂടെ കടന്നു പോവാം. ആ മനുഷ്യന് പ്രത്യേകിച്ച് ബുദ്ധിയൊന്നുമില്ല. ഇങ്ങനെ നോക്കിയ സമയത്ത് അദ്ദേഹം കാണുന്ന സീൻ ഇതാണ്. നാളെ ഈ രാജ്യത്തിന്റെ എല്ലാം ആകാൻ പോകുന്ന രാജാവാണ് നിന്ന് തൂങ്ങുന്നത്. മനസ്സിൽ ഭയങ്കര ടെൻഷനായി. തൊട്ടിപ്പുറത്താരാണ്? ഈ നാടിന്റെ തന്നെ രാജ്ഞിയായി, ഞങ്ങളുടെ അഭിമാനമായി, അമ്മയായി, അവർക്ക് അങ്ങനെയൊക്കെയാണല്ലോ രാജാവ് രാജ്ഞിയൊക്കെ. അതാണല്ലോ ഈ തൂങ്ങുന്നത്. കേട്ടാ പഹൻ എന്ത് ചെയ്തു? ഇനി ഞാൻ എന്തിനാ ജീവിച്ചിട്ട് കാര്യം എന്നിട്ട് അവൻ അങ്ങേപ്പുറത്തെ കാര്യമല്ല, അവനും തൂങ്ങി. മനസ്സിലായോ? ഇത് കഴിഞ്ഞതിന് ശേഷമാണ് രാവിലെ 10 മണിക്ക് സ്കൂൾക്ക് പോകണ വൈകി ഒരു കവി ആയിക്കൂടെ പോണത്. അത് പഠിപ്പിക്കാൻ പോണ സമയമാണ്, പള്ളിക്കൂടത്തിലേക്ക് പോണ സമയമാണ്. ആ നോക്കുന്ന സമയത്ത് 3 സാധനം തൂങ്ങാൻ നോക്കിയപ്പോൾ കഥ ഇയാൾക്ക് ഏകദേശം കൊടുത്താൽ കിട്ടി. കാരണം ഈ കഥ നാട്ടിൽ പാട്ടാണല്ലോ. പക്ഷെ ഇവന്റെ കഥ കിട്ടിയില്ല. അപ്പൊ അവിടെ എന്ത് ചെയ്ത്, നേരെ ഒരു കരിക്കട്ടെടുത്തിട്ട് ആ ചുമരും എഴുതി, മന്നവൻ മതി മറന്ന് തൂങ്ങി. മന്നവൻ രാജാവ് മതി മറന്ന് തൂങ്ങി, ബുദ്ധി തിരിഞ്ഞിട്ട് തൂങ്ങിയതാണ്. മഹതിയോ ഗതിയേർത്തു തൂങ്ങി. മഹതി തൂങ്ങാൻ കാരണം എന്താ? സ്വന്തം കരിഞ്ഞ് ജീവിച്ചിരിക്കല്ല, രാജാവ് പോയില്ലേ. പക്ഷെ 3ാമത്തെ വരി, എരപ്പാടി നീ എന്തിനു തൂങ്ങി, ഇതിന് ഉത്തരം കിട്ടിയില്ല. മനസ്സിലായോ? ഇതേപോലെ ബിസിനസ്സിൽ വന്നിട്ട് കാര്യമില്ല. ഇഫ് യു ഡൂയിങ് ദിസ് ബിസിനസ് യു മസ്റ്റ് ഹാവ് എ പേർപ്പസ്. ഇത് ചെയ്യാൻ ഓരോരുത്തർക്കും ഒരു കാരണം ഉണ്ടായിരിക്കും. വാട്ട്സ് യുവർ പേർപ്പസ് or the bad benefit you want to make in this business? ഈ ബിസിനസ്സിൽ നിങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ബെനിഫിറ്റ് എന്താണ്? മേ ബി ഇതിനകത്ത് കിട്ടാൻ സാധ്യത നല്ല പൈസ കിട്ടും. ആണോ അല്ലേ? പൈസ താല്പര്യമുള്ള ആൾക്കാർ ഉപയോഗിക്കുകയാണ്. അതിനും മടിയന്മാരുണ്ടാവും. പൈസ എന്ന് പറഞ്ഞപ്പോഴും ഇങ്ങനെയുള്ളൂ, എന്നാൽ എന്ത് കുറച്ച് പൈസ മതി, തോന വേണ്ടെന്നോ, ഒരുപാട് തോന്നാന്നുണ്ട് അല്ലേ? പൈസ ശരിക്കും വേണമെങ്കിൽ നല്ല കൈ വെക്കണം, എന്നാലേ കിട്ടുള്ളൂ. സീരിയൽ കിടക്കാൻ നല്ല പവറിന്റെ കൈ വെക്കിക്കണം. മുബീൻ സാർ എപ്പോഴും പറയുന്നത് ആ സ്പീച്ച് കഴിയുന്നത് വരെ പൊങ്ങിയിരിക്കുന്ന പോലെ. നമ്മളെങ്ങനെയാ പൈസ വേണം, യെസ്, നമ്മളിങ്ങനെ അങ്ങനെയും പറ്റൂല. മനസ്സിലായോ? പണ്ട് നമ്മള് എന്താ പറയാ, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് കാലിക്കറ്റ് NS കോളേജിന്റെ അവിടെ അതിലായിരുന്നു. അതുപോലെ എക്സാമിന് നമ്മളെ കോഴിക്കോട് നമ്മുടെ യൂണിവേഴ്സിറ്റിന്റെ മുമ്പിൽ അൽത്താഫ്സാനൊക്കെ അവിടുത്തെ പഴയകാല വിദ്യാർത്ഥിയാണ്. യൂണിവേഴ്സിറ്റിയിലെ മെയിൻ ചാമ്പറിലായിരുന്നു മൂപ്പരുണ്ടായിരുന്നത് കേട്ടോ. അപ്പോ അതാണ് ഈ ബിസിനസിന്റെ പ്രത്യേകതയാണ്. മൂപ്പർക്ക് 4ാം ക്ലാസ്സിൽ നിന്ന് ഈ ബോധം ഉണ്ടായി. എനിക്കിത് തിരിയാൻ PhD ഒക്കെ എത്തേണ്ടി വന്നു. അത്രയും കാലം ഇട്ടത് എവിടെ നിങ്ങൾ കളയരുത്. നല്ല ബുദ്ധികൾ 4ാം ക്ലാസ്സിൽ നിന്ന് ഒഴിച്ച് മൂപ്പരും നിരൂപാരിനെ കാപ്പാക്കി നല്ല കയറി കൊടുക്കുക. മനസ്സിലായോ? ചിലർക്ക് കുറച്ച് നാട്ട വെളിപാട് വരും. എനിക്കിത് തിരിയാൻ കുറേ പോയിട്ടുണ്ട്. മനസ്സിലായോ? സമയം കളയരുത് മക്കളെ കേട്ടോ. സോ ഞാൻ സീരിയസ്ലി പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, യൂണിവേഴ്സിറ്റിയുടെ മുമ്പിലൊക്കെ മാഷ്മാര് വണ്ടി കാത്തുക്കും. അപ്പൊ ഫുള്ള് നമ്മുടെ കോട്ടയം, അതുപോലെ തന്നെ കൊല്ലം, തൃശ്ശൂർ ആ ഭാഗത്തുള്ള പഴയ കാലത്ത് ഞാനൊക്കെ അന്ന് പഠിച്ചിരുന്ന സമയത്ത് ഒരു ബിഫോർ 15 or 20 ഇയർ ആ സമയത്തൊക്കെ, അന്നത്തെ കാലത്ത് ബസ് കാത്തുക്കുന്ന സമയത്ത് ഇവരിങ്ങനെ കാത്തുക്കും, ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ ബസ് ചിലത് തൃശ്ശൂർ കാലിക്കറ്റ് ബസ് ഭയങ്കര റഷായിരിക്കും. അവർ നിർത്തൂല. അവരെന്ത് കാട്ടും? അങ്ങനെ ചൊറിഞ്ഞാണ്ട് ഞാൻ ചൊറിഞ്ഞതാണെന്നുള്ള ആക്കും, ഇങ്ങനെയൊക്കെ കാട്ടും. ബസ് നിന്നാൽ ഇതന്നെയാണ് ഞാൻ നിർത്തിയ ബസ് എന്നല്ല. രണ്ടിലും ഈ ഓപ്ഷൻ ഉണ്ട്. മനസ്സിലായോ? അതേമാതിരി പൈസ വേണ്ടവർ അറിയുമ്പോൾ ഇങ്ങനെയാണ്. ചിലർ കൈ വെച്ചിട്ട് ഇങ്ങനെ താഴത്തേക്ക് വേണ്ടവരെ പൊക്കാൻ നമ്മൾ പഠിക്കണം. മനസ്സിലായോ? ജീവിതത്തിൽ എപ്പോഴും വേണ്ടത് ചോദിക്കാൻ അറിയണ്ടേ? സോ നല്ല പൈസ കിട്ടും. നല്ല പൈസ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ശാസ്ത്രം പറയുന്ന വാക്ക് ഇങ്ങനെയാണ്, 176 രാജ്യങ്ങളുടെ ഗവൺമെന്റും എക്കണോമിക്കൽ സയന്റിസ്റ്റും അടിവരയിട്ട് പറഞ്ഞ വാക്ക്, ഇനി അങ്ങോട്ട് ലോകത്തിന്റെ മൾട്ടി മില്യനേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ബ്യൂട്ടിഫുൾ ഇൻഡസ്ട്രി ഈസ് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി. നമ്മുടെ കയ്യിലേക്ക് കൊടുക്കാം. അത് നാട്ടുകാർ പറഞ്ഞതുകൊണ്ട് മാറില്ല. നിങ്ങൾ സീരിയസ്ലി മനസ്സിലാക്കുക. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്ത മനുഷ്യനാണ് ഞാൻ. എനിക്കറിയാം. കരിയർ കൗൺസിൽ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ. ഒട്ടുമിക്ക വിദ്യാർത്ഥികളും ഇന്ന് ഹൈ പോസ്റ്റിൽ നിൽക്കുന്ന വിദ്യാർത്ഥി മക്കളുള്ള ആളാണ് ഞാൻ. പറഞ്ഞത് വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടല്ല, ഉള്ളത് മനസ്സിലായതുകൊണ്ടാണ്. ദിസ് ദ പ്രാക്ടിക്കൽ നോളജ്. പക്ഷെ ഇത് പുറമെ ജനങ്ങളിൽ എത്തിയില്ല. വെയിറ്റ് ഫോർ ഇറ്റ്. വൺ ഡേ നിങ്ങൾ ഇങ്ങനെ പ്ലാൻ കൊടുക്കുന്ന പോലെയല്ലേ ആയിരിക്കുക. വലിയ യൂണിവേഴ്സിറ്റിയിലെയും വലിയ സ്ഥാപനത്തിന്റെ മുമ്പിലെയും ഡയറക്റ്റ് ഇന്റർവ്യൂ ബോർഡിൽ നിന്നുകൊണ്ട് ജോയിൻ ചെയ്യുന്ന മക്കളുടെ കാലം അതിവിദൂരമല്ല. അവർ വരാൻ നിൽക്കുന്ന ഒരു കമ്പനി ഉണ്ട്, ദാറ്റ് ഈസ് MI Life. ഇതിലേക്ക് വരുവേ
കാരണം ഇന്ന് സക്സസിന്റെ ട്രാക്ക് കൊണ്ട്, എണ്ണം കൊണ്ട്, വണ്ണം കൊണ്ട് ഒരു പക്ഷെ ഒരു മനുഷ്യന് തട്ടിമുട്ടി നിൽക്കാനോ നാലയലത്ത് നിൽക്കാനോ പറ്റാത്ത വിധം അജയ്യമായി അമരത്തണിയത്ത് വാഴുന്ന ഒരു കമ്പനിയുള്ളൂ, ദാറ്റ് ഈസ് MI ലൈഫ്സ്റ്റൈൽ. അതാണ് നമ്മുടെ പ്രത്യേകത. അതുകൊണ്ട് ഇവിടെ എത്തും ഓരോരുത്തരും, നോ ഡൗട്ട്. സോ ഞാൻ നിങ്ങളോട് പറയണത്, ജീവിതത്തിൽ ആദ്യം വേണ്ടത് പർപ്പസ് ആണ്. നല്ല പൈസ കിട്ടും. ഇവിടെ വന്നിരിക്കുന്ന ഓരോ ലീഡർമാരും അവരുടെ സന്തോഷമാണ് പറയുന്നത്. മേ ബി നമ്മൾ പറയുന്ന ഇവിടുത്തെ ലീഡർ പറയും, എന്റെ ലൈഫിലെ ഏറ്റവും വലിയ നേട്ടമാണ് ഞാൻ സ്കൂട്ടി എടുത്തത്. അപ്പൊ ഈ ബിസിനസ് കേൾക്കാൻ വന്നവന് ചിലപ്പം ഇതിലായിരിക്കും വന്നത് സ്വിഫ്റ്റ് കാറിൽ. അപ്പം പറയും, ഞാൻ ഓൾറെഡി സ്വിഫ്റ്റ് ഉള്ളവനാണ്. ഇവൻ വന്നത് പൾസർ മേലാണ്. സ്കൂട്ടി ബൈക്കുമ്പോൾ വന്ന കഥ ഇവൻ പറഞ്ഞത്, എന്നാ ഞാൻ ഇവനെക്കാട്ടി മേലാണ് തോന്നാണ്. ആ സ്കൂട്ടി പറഞ്ഞവനും പൾസർ പറഞ്ഞവനും 4 വിമാനം പറത്തുമ്പോ തിരിയും നിന്റെ സ്വിഫ്റ്റ് അല്ല എന്ന് എനിക്ക് മനസ്സിലാക്കണമെങ്കിൽ ജസ്റ്റ് ലിസൺ ടു ഹിം, കേൾക്കുക അവനെ. അതുകൊണ്ട് പറയാ, ഇവിടെ പറയുന്ന ഓരോ ലീഡറും താൻ തന്നിൽ അധിഷ്ഠിതമായ അച്ചീവ്മെന്റ് പറയാ. അതിനർത്ഥം അത് അച്ചീവ്മെന്റ് ചെറുതായതുകൊണ്ടല്ല, അവനെ സംബന്ധിച്ചോളം at that moment of the point that achieved the big one according to him, that's the point. You get me? So seriously ഞാൻ പറഞ്ഞു വന്നത്, അവനെ സംബന്ധിച്ചോളം ആ പോയിന്റ് കറക്റ്റ് ആണ്. ഒന്ന് പൈസ, ഒന്ന് നല്ല ആരോഗ്യം. ക്ലിയർ ആണോ അല്ലേ? ജീവിതത്തില് എല്ലാ മനുഷ്യനും ഓടിപ്പാഞ്ഞിട്ട് എത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്ന, തിരിച്ചു പിടിക്കാൻ ആഗ്രഹിക്കുന്ന മൂല്യ വസ്തു ഏതാണ്? ആരോഗ്യമാണ്. ആണോ അല്ലേ? ഹിന്ദിയിലെ ഐസയൊക്കെ കഹാവത്ത് ഉണ്ട്, എങ്ങനെയൊക്കെ വരുന്നത് എല്ലാം കൂടി കൂട്ടിക്കുഴച്ചിട്ടേ വരില്ലേ ഞാൻ സംസാരിക്കുമ്പോൾ. അപ്പൊ ഹിന്ദിയിൽ ഇങ്ങനെ ഒരു ഭാഷ്യമുണ്ട്, ഐസെ കഹാവത്ത് ഹെ ഹിന്ദി മേ. പറയുന്ന വാക്യം ഇതാണ്, जो खुद डॉक्टर को ढूंढता नहीं और उनको പോലീസ് ढूंढता नहीं वही तो सुखी रहता है. അതായത് സ്വന്തമായി ഡോക്ടറിനെ അന്വേഷിക്കാതിരിക്കുകയും പോലീസ് അവനെ അന്വേഷിക്കാതിരിക്കുകയും ചെയ്താൽ അവനാണ് ഈ ലോകത്തിലെ ഏറ്റവും സൗഖ്യ ജീവിതമുള്ളവൻ. പോയിന്റ് മനസ്സിലാക്കണോ? സ്വന്തമായി എന്തന്വേഷിക്കാത്തവൻ? ഡോക്ടറിനെ അന്വേഷിക്കുന്നില്ല, അവനെ ആരും അന്വേഷിക്കുന്നില്ല, നിയമപാലകരും അന്വേഷിക്കുന്നില്ല, അവനാണ് ലോകത്തിലെ ഏറ്റവും സുഖിക്കുന്നവൻ. അത് ഒന്നാമത്തെ പോയിന്റ്. തന്റെ ആരോഗ്യത്തിന് വേണ്ടി മറ്റൊരുത്തനെ സമീപിക്കേണ്ടാത്ത ഗതി ആർക്കുണ്ടോ അവനാണ് വെൽനസിന്റെ രാജാവ്. ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റാ. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ ഏത് വിദേശത്തും സ്വദേശത്തും ഉണ്ടാക്കിയ ലക്ഷങ്ങളെ പൈസ അൽമാസിന് കുറച്ച്, മിംസിന് കുറച്ച്, കിംസിന് കുറച്ച്, അൽഷിഫിയന് കുറച്ച്, മോഹൻകുമാറിന് കുറച്ച്, ഇങ്ങനെ ഓരോരുത്തർ കുറച്ച് കൊണ്ടുപോയി കൊടുക്കും. ഇനിയും ബാക്കി മതിയാണെങ്കിൽ ആധാരം പണയം വെച്ചിട്ട് ബാക്കി കൊണ്ടുപോയി കൊടുക്കണം. ആണോ അല്ലേ? ഇതാണോ നല്ലത്? ജീവിതത്തിൽ എപ്പോഴും മനസ്സിലാക്കുക, ഉള്ള ആരോഗ്യം നഷ്ടപ്പെടുത്താതിരിക്കുക. ഇൻഡസ്ട്രിയെ നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കിഡ്നിയെ സംരക്ഷിക്കുന്നതല്ല ഇത്. ആയിരക്കണക്കിന് ആളുകളുടെ കിഡ്നി പോകാതെ സംരക്ഷിക്കാൻ എടുക്കുന്ന തീരുമാനമാണ് മൈ ലൈഫ് സ്റ്റൈൽ, ദാറ്റ് ഈസ് ലിവ് അഗെയിൻസ്റ്റ് തെറാപ്പി. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇതര ബിസിനസ്, ചില ആൾക്കാർ പറയും, സാറേ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി അങ്ങനല്ലേ കൊങ്ങനല്ലേ എന്ന് പറയുമ്പോൾ തിരിച്ച് ഞാൻ മറുചോദ്യം ചോദിക്കാറുണ്ട്, ഇന്ന് ട്രഡീഷണൽ ബിസിനസ് അല്ലേ സാറേ അങ്ങനെ? നിങ്ങൾ പറ, ട്രഡീഷണൽ ബിസിനസ്സിനകത്ത് വിൽക്കുന്ന ഏതെങ്കിലും ബേക്കറിത്തെ ഉൽപ്പന്നങ്ങൾ ആരോഗ്യദായകന്മാർ എത്രയുണ്ട്? അവിടെ 90% ഏത് തന്നെയാണ്? ഹാനികരമായത് തന്നെയാണ്. ആണോ അല്ലേ? നമ്മൾ ഹൽവയുണ്ട്, മധുരമുണ്ട്, കേക്കുണ്ട്, മിച്ചറുണ്ട് എന്നൊക്കെ പറയും. അത് എത്രമാത്രം ശരീരത്തിന് നല്ലതാണ്? നിങ്ങൾ ശരിക്കും ചിന്തിച്ചു നോക്ക്. ഏത് സൂപ്പർ മാർക്കറ്റ് എടുത്താലും അവിടെ ഉണ്ടായിരിക്കും ഒരുപറ്റ സോഫ്റ്റ് ഡ്രിങ്കുകൾ. ആണോ അല്ലേ? മൈദ, അവിടുത്തെ പഞ്ചസാരകള്, അങ്ങനെ തുടങ്ങി പാക്ക്ഡ് ആയിരിക്കുന്ന ഫുഡുകൾ, അത് തുടങ്ങിയുള്ള ഒരുപാട് അച്ചാറ് കിച്ചാറ് സാധനങ്ങൾ. ഈവൻ ദോ പോയിസണസ് ആയിരിക്കുന്ന പച്ചക്കറിയും ഫ്രൂട്ടും കിട്ടുന്നതിൽ തമ്മിൽ ഭേദം തൊമ്മൻ നല്ലതാണെങ്കിലും നമ്മൾ ഒരു ഇൻഡസ്ട്രിയുടെ ബ്യൂട്ടി പറയുമ്പോൾ ആരോഗ്യം സംരക്ഷിക്കാനുള്ള ഉൽപ്പന്നം കച്ചവടം ചെയ്യുന്ന മാർക്കറ്റ് എന്ന് ചോദിച്ചാൽ അത് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് നമുക്ക് അടിവരയിട്ട് പറയേണ്ടി വരും. അത്രയും ബ്യൂട്ടിഫുൾ ആയ പ്രൊജക്ടിന്റെ ഉടമകളാണ് നമ്മൾ. ആണോ അല്ലേ? നമ്മൾ ചെയ്യുന്ന പ്രൊജക്റ്റിൽ നമുക്ക് അഭിമാനം വേണോ വേണ്ടേ? ആരാ ഒരു പ്രൗഡ് മൈ ലൈഫ് എന്നാ ഞാൻ തോന്നുന്ന ആൾക്കാരെന്ന് കൈവയ്ക്കാണ്. എനിക്ക് അഭിമാനമുണ്ട് സാറേ, ഞാൻ ഇൻഡസ്ട്രിയുടെ പാർട്ടായിന്ന്. അവർക്കത് ജയിക്കാൻ പറ്റും. അതല്ലാതെ ഞാൻ ഇതാണെന്ന് പറഞ്ഞാൽ എളാപ്പ എന്താ വിചാരിക്കുക, ചെറിയമ്മക്ക് ടെൻഷൻ ആകുമെന്ന് വിചാരിക്കണ ഒരു മനുഷ്യനും ഇന്ന് എവിടെ എത്താൻ പോകുന്നില്ല. ഈ ഇൻഡസ്ട്രി അഭിമാനത്തോടെ പറയാനുള്ളതാണ്. കാരണം എന്താണ്? നിങ്ങളൊരു തീരുമാനം എടുക്കുന്ന സമയത്ത് ഓരോ മനുഷ്യൻ മാത്രമല്ല, ലക്ഷക്കണക്കിന് വീട്ടിലെ പട്ടിണിക്ക് ദൂരീകരണം നടത്താന്, അവന്റെ സ്വപ്നത്തിന് മൂല്യം ചാർത്തി നേടിക്കൊടുക്കാൻ പറ്റുന്ന ഒരു ദിവ്യമായ ദൈവത്തിന്റെ വിളക്കാണ് MI ലൈഫ് സ്റ്റൈൽ എന്ന് തിരിച്ചറിഞ്ഞവർക്ക് ഈ ബിസിനസ് ധൈര്യത്തോടെ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അത് ധൈര്യമായിട്ട് വിശ്വസിക്കണം. ആ ലെവലിൽ പോകണം. സോ പർപ്പസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ആരോഗ്യം കിട്ടും, നല്ല പൈസ കിട്ടും. അതർവൈസ് ഇഫ് യു വാണ്ട് ടു മേക്ക് ദ പേഴ്സണാലിറ്റി ഇൻ ബെറ്റർ വുമൺ, നമ്മുടെ വൈഫ് സംസാരിച്ചു, സാധാ ഡിഗ്രി പാസ്സായ പെൺകുട്ടിയാണ്. പക്ഷേ ഇന്ന് ഈ ഇൻഡസ്ട്രിയിൽ ഞാൻ എങ്ങനെയാണോ മൈക്ക് അതിനേക്കാളും മൈക്ക് കടിച്ചു നിന്നു ഇന്നെന്റെ വൈഫ്. ഞാൻ പറഞ്ഞു തോണ്ടി തന്നതാണ്. ആ ലെവലിലേക്ക് നമ്മൾ മാറി. സീരിയസ്ലി അതാണ് ഇതിന്റെ സുഖം.
ഞാൻ മുംബൈയിലേക്കൊക്കെ ബിസിനസ്സിന് പോകുന്ന സമയത്ത് എനിക്ക് 2 പേടിയായിരുന്നു. ഒന്നെങ്കിൽ അവരെ ഇവിടെ മലയാളം പഠിപ്പിക്കും, അല്ലെങ്കിൽ അവർ ഹിന്ദി പഠിപ്പിക്കും. ഏതായാലും ശരി, അവർ ഇങ്ങോട്ട് ഹിന്ദി പഠിപ്പിച്ചു, അല്ലെങ്കിൽ അത് ഫുള്ള് മലയാളമായിട്ടുണ്ടാവും. ചിലപ്പോൾ ഞാൻ മുംബൈയിലൊക്കെ വർക്കിന് പോകുന്ന സമയത്ത് അങ്ങനെ ഹിന്ദിയും അവൾ പഠിച്ചു. അപ്പൊ സീരിയസ്ലി ഞാൻ പറഞ്ഞ ഇൻഡസ്ട്രിയിൽ നമ്മൾ യാത്രയുമായിട്ട് പോകുന്ന സമയത്ത് നമുക്ക് എന്ത് രസമെന്ന് അറിയോ? ഈ ബിസിനസ്സിലെ രസം എന്ന് പറഞ്ഞാല് നമുക്ക് എൻജോയ് ചെയ്തിട്ട് ഈ ബിസിനസ്സിനെ നമുക്ക് വിൻ ചെയ്യാൻ പറ്റും. മറ്റോടത്ത് അങ്ങനെയല്ല, വെറുതെ കഷ്ടപ്പെടും. ആ കഷ്ടപ്പാട് റിസൾട്ട് ഉണ്ടോ എന്ന് ഉറപ്പിക്കാനൊന്നും പറ്റില്ല. ഇവിടെ അങ്ങനെയല്ല. ഇതിലെ വർക്കുകളെ നിങ്ങൾ എൻജോയ്, അതായത് നമ്മൾ സന്തോഷത്തോടെ സ്വീകരിച്ചാൽ നിങ്ങൾക്ക് രണ്ടും കിട്ടും, ഹാപ്പിനെസ്സും കിട്ടും, അതേ സമയത്ത് സക്സസും കിട്ടുന്ന ഒരു ഇൻഡസ്ട്രിയാണ് മൈ ലൈഫ് സ്റ്റൈൽ. നിങ്ങൾ തിരിച്ചറിയുക. സോ സീരിയസ്ലി ഈ ഇൻഡസ്ട്രി നിങ്ങൾ വരുന്ന സമയത്ത് പർപ്പസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വൺ ഞാൻ പറയുന്നത് തിങ്ക് അബൌട്ട് വാട്ട് യു വാണ്ട്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. രണ്ടാമത്തെ ഒന്ന് ഫോക്കസ് ഓൺ വാട്ട് യു വാണ്ട്. നിനക്ക് വേണ്ടത് മാത്രം നിനക്ക് കാണാൻ പറ്റണം, വേണ്ടാത്തൊന്നും കാണാൻ പറ്റരുത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഹുസൈൻ ബോൾട്ടിനെ അറിയുന്ന ആൾക്കാരുടെ കൈവക്കിയാണ്. ഹുസൈൻ ബോൾട്ട് അറിയാലോ അല്ലെ? എന്താണ് ഹുസൈൻ ബോൾട്ടിന്റെ പ്രത്യേകത? ലോകത്തിൽ അറിയപ്പെട്ട ഓട്ടക്കാരനാണ്. ആ ഹുസൈൻ ബോൾട്ട് ഓടുന്ന രീതി ഇങ്ങനെ വിചാരിച്ചോളി. എനിക്ക് ബാക്ക് നോക്കിയിട്ട് നടക്കോ? ബാക്ക് നോക്കിയോടെ ഹുസൈൻ ബോൾട്ട് എത്തേണ്ടടുത്ത് എത്തോ? അദ്ദേഹത്തിന് ആ റണ്ണിങ് ട്രാക്കിലെ സൗണ്ട് വന്നാൽ പിന്നെ അദ്ദേഹം കാണുന്നത് ലാപ്പ് എൻഡ് എന്ന സ്ഥലത്തുള്ള ഫോക്കസ്ഡ് ആയിരിക്കുന്ന ടാർഗറ്റ് മാത്രമാണ്. ആണോ അല്ലേ? നമ്മളങ്ങനല്ല. നമ്മൾ ഇവിടുന്ന് പറയും സാറേ അടുത്ത പ്രോഗ്രാം അതിന് TC, ATC, ITC, അത് ഇത് സീലിങ്. പക്ഷെ ഈ പോകുന്ന പോക്കില് എളാമാക്ക് ഇഷ്ടമല്ല, കുറച്ച് എളാമാന്റെ അടുത്ത്. പിന്നെ എങ്ങോട്ട് കിടന്നപ്പോ ചെറിയച്ഛനക്ക് സന്തോഷം പോരാല, പിന്നെ അയൽവാസികൾ കളിയാക്കുണ്ടാല. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഇന്നും നാളെ അവിടെ എത്താൻ പോണില്ല. നിങ്ങൾക്ക് എത്തണമോ യു മസ്റ്റ് ഫോക്കസ് ഓൺലി വൺ തിങ്, ദാറ്റ്സ് യുവർ ടാർഗറ്റ്. ടാർഗറ്റ് മാത്രമേ കാണാൻ പറ്റൂ. അതാണ് അർജുന ദൃഷ്ടി എന്ന് പറയുന്നത്. അവിടെ കിളിയും മറ്റേതും മറിച്ചതും എല്ലാം കൂടി കണ്ടിട്ട് കാര്യമില്ല, ആ കണ്ണ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ആണോ അല്ലേ? ആ അർജുന ദൃഷ്ടിയുള്ളവർക്ക് ആ ഫോക്കസ് കിട്ടൂ, അവരെ സക്സസ് ആകും ജീവിതത്തിൽ. ഈ ഇൻഡസ്ട്രി രണ്ടാമത്തെ പോയിന്റ് ആണ് ഫോക്കസ് ഓൺ വാട്ട് യു വാണ്ട്. അതേ സമയത്ത് അങ്ങനെ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് വെറുതെ വാണ്ടാത്ത വർത്തമാനത്തിന് പറഞ്ഞിരിക്കരുത്. പണ്ട് കാട്ടിൽ വലിയൊരു തല്ല് നടന്ന കഥ പറയാറുണ്ട്. തല്ലിന്റെ രൂപം ഇങ്ങനെയാണ്: ഒരു കഴുതയും ഒരു പുലിയും തമ്മിൽ ഭയങ്കര ഫൈറ്റ്. കഴുത പറഞ്ഞു അത്ര എന്ത്? പുല്ലിന്റെ കളറ് കറുപ്പാണ്. പുല്ലിന്റെ കളറ് കറുപ്പാണ്. പുലി എന്ത് പറഞ്ഞു? പുല്ലിന്റെ കളറ് പച്ചയാണ്. രണ്ടുപേരും ഭയങ്കര കോലാഹലായി. അങ്ങനെ ലാസ്റ്റ് അടി മൂത്ത സമയത്ത് വഴക്ക് നിൽക്കുന്നില്ല. കാരണം പുലി വിട്ടുകൊടുക്കുന്നില്ല, കഴുത തീരും വിട്ടില്ല. കഴുത എന്തെങ്കിലും വിട്ടുകൊടുത്ത കഥ കേട്ടോ നിങ്ങൾ? കഴുത എന്നുള്ള പേര് വന്നതിന് ഒന്നും വിട്ടുകൊടുക്കാത്തതുകൊണ്ടല്ലേ. മനസ്സിലാണെങ്കിൽ അതിന് കഴുതാന്ന് പേര് വരുമോ? അതിന് നല്ല വേറെ മാൻപേടാന്ന് പേര് വന്നിരുന്നു. എന്തായാലും കഴുതയും വിട്ടുകൊടുത്തില്ല. രണ്ടുപേരും പ്രശ്നം രാജാവിന്റെ മുമ്പിലെത്തി. രാജാവിന്റെ മുമ്പൊന്നും ഇതന്നെ കഴുതയുടെ വാശി തന്നെ. പുല്ലൻ തന്നെയാണ്, കറുപ്പ് തന്നെയാണ്. പുലി പറഞ്ഞ അല്ല സാഹിബ്, അത് നോക്കി ഇത് ഫുള്ള് പച്ചയാണ്. അവൻ പറഞ്ഞു ഇത് ഫുള്ള് കറുപ്പാണ്. എന്ത് ചെയ്യും? ലാസ്റ്റ് രാജാവ് ശിക്ഷ വിധിച്ചു. നേരെ കൊണ്ടുപോയിട്ട് പറഞ്ഞു പുലിയെ ജയിലിൽ കൊണ്ടുപോയിടും. ഞാൻ ആൾക്കാർ പിരിക്കൊന്നും പറഞ്ഞു. ആൾക്കാരൊക്കെ പോയ ദിവസം രാജാവ് രാജധാനി വന്ന സമയത്ത് ജയിലിൽ ആരുണ്ട്? മിസ്റ്റർ പുലിക്കൂട്ടം നിൽക്കുന്നുണ്ട്. അപ്പൊ ചോദിച്ചു, അല്ല രാജാവ് നിങ്ങൾക്കും വട്ടായോ? എന്താ കാര്യം? പുല്ലൻ തന്നെയല്ലേ, പച്ചനല്ലേ, പിന്നെ എന്തോ അലക്കൊക്കെ എന്റെ തീ കിട്ടതെന്ന് ചോദിച്ചു. അപ്പൊ രാജാവ് പറഞ്ഞു, പുല്ല് പച്ച നീ നിൽക്കണ ഹംക്കെ എനിക്കും അറിയാം, എനിക്കും അറിയാം. പിന്നെ ആ കുരുത്തം കണ്ട കൈതനോട് വർത്താനം പറഞ്ഞില്ലേ, അവൻ സമയം എന്തിനാക്കി സമയം അതിനല്ല ഞാൻ ജയിലിൽ ഇട്ടെന്ന്. മനസ്സിലായോ? അപ്പൊ സീരിയസ്ലി തലച്ചോറില്ലാത്തതിന് മുമ്പിൽ ബിസിനസ് പറഞ്ഞ് നിൽക്കരുത്. അവന്റെ സമയം ആയിട്ടില്ലെങ്കിൽ വിട്ട് വണ്ടി അടുത്താളത്തേക്ക്. അവനക്ക് സമയമായിട്ടില്ല. അവൻ പറഞ്ഞെന്താണ്? ഞാൻ ഈ കവചപ്രാശത്തെ കുറിച്ച് പഠിച്ചിട്ട് വലത്താന്ന് കേൾക്കുന്ന ഇതിനകത്ത് എന്ത് പഠിച്ചാണ്? അവൻ ആയുഷ് പ്രീമിയം ടെക്നോളജിയെ കുറിച്ച് എന്ത് പഠിക്കുന്നു? സീരിയസ്ലി ചിന്തിക്ക്. ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ആഴ്ച IAS പ്രിലിമിനറി പാസ്സായിക്കൊണ്ട് അടുത്ത IAS കളക്ടർ പദവിക്ക് നിൽക്കാൻ പോകുന്ന കുറച്ച് പ്രൊഫഷണൽസ് എന്റെ മുമ്പിൽ സംസാരിക്കാൻ വന്നു. അവര് നല്ല ഹൈ എഡ്യൂക്കേറ്റഡ് ആയിരിക്കുന്ന ആൾക്കാരാണ്. ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് ആരോടോ സംസാരിച്ചപ്പോ ഇതിന്റെ അൾട്ടിമേറ്റ് ആയി സംസാരിക്കാൻ പറ്റിയ ലീഡറെ ഞാൻ കിട്ടണമെന്ന് പറഞ്ഞ് എന്നെ തെരഞ്ഞു വന്ന രാത്രി ഞാൻ സംസാരിച്ചു. അങ്ങനെ സംസാരിച്ച സമയത്ത് ഇതുപോലുള്ള കുറെ സാധനമാണ് പറഞ്ഞത്. അന്ന് എങ്ങനെയാണ് ആയുഷിന്റെ പ്രീമിയം സർട്ടിഫിക്കേഷന്റെ ഫിംഗർ പ്രിന്റ് ടെക്നോളജിയെ കുറിച്ചും അതിനകത്തുള്ള ഓരോ സർട്ടിഫിക്കേഷന്റെ എഫിക്കസിയെ കുറിച്ച് സംസാരിച്ചപ്പോ ഷെയ്ഖാന്റെ തന്നിട്ട് പറഞ്ഞു, സാറേ ഇങ്ങനെ ഒരു മൈ ലൈഫ് ആണെന്ന് ഞങ്ങൾ അറിയില്ലായിരുന്നു. ദീസ് വണ്ടർഫുൾ പ്രോജക്ട് ഞങ്ങൾ കേട്ടതല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് ദൂരത്തുനിന്ന് കേൾക്കുന്ന സമയത്ത് ഫുൾ എന്താണ്? സോപ്പുണ്ട്, പേസ്റ്റ് ഉണ്ട്, സോപ്പുണ്ട്, പേസ്റ്റ് ഉണ്ട്, ഇതല്ലേ നമ്മൾ കേൾക്കുന്നത്. നമ്മൾ സോപ്പല്ല വെക്കുന്നത്, സ്കോപ്പാണ് വെക്കുന്നത്, സാധ്യതയാണ് നമ്മൾ വെക്കുന്നത്. നമ്മൾ വെക്കുന്നത് ഏതാണ്? സ്കോപ്പാണ് വെക്കുന്നത്. ചിലർക്ക് സോപ്പേ കാണൂ. ഞങ്ങൾ എന്താ വെക്കുന്നത്? സോപ്പിന്റെ ഉള്ളിൽ എന്തുണ്ട്? സ്കോപ്പാണ് വെക്കുന്നത്. അത് തിരിച്ചറിയാൻ നമുക്ക് പറ്റണം.
സോ സീരിയസ്ലി ഞാൻ നിങ്ങളോട് പറഞ്ഞ വേണ്ടതെന്ന് വെച്ചാൽ ഈ ഇൻഡസ്ട്രിയിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മളുടെ സ്വപ്നത്തിലാണ്, നമ്മളുടെ ടാർഗറ്റിലാണ്, നമ്മുടെ പെർപ്പസിലാണ്. ഇൻഡസ്ട്രി മുന്നോട്ട് പോകുന്ന സമയത്ത് തടസ്സങ്ങൾ നിങ്ങൾക്ക് പലതും വരും, പല സാധനങ്ങൾ വരും. പക്ഷെ കേട്ടേക്കരുത്, ഒരിക്കലും കേട്ടേക്കരുത്. പണ്ടൊരു കാട്ടിൽ വലിയ പ്രശ്നം നടന്നു. കാട്ടിലെ പ്രശ്നം എന്തായിരുന്നു? എന്ത്? തവളകൾ പറഞ്ഞു ഞങ്ങളാ ഏറ്റവും നല്ല ചാട്ടം. കുരങ്ങൻ പറഞ്ഞു ഞാനാ ഭയങ്കര ചാട്ടം. തല്ലുകൂടി പ്രശ്നം എവിടെ വരും? രാജാവിന്റെ കൊട്ടാരത്തിലെത്തി. നേരെ മിസ്റ്റർ സിംഹവാലന്റെ അടുത്തെത്തി. ആ സിംഹവാലൻ നേരിട്ട് പ്രശ്നം ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നമുക്ക് ചാട്ടത്തിന് ഒരു മത്സരം നടത്താന്ന് പറഞ്ഞു. കാട്ടിൽ മുഴുവനും അതിന്റെ വിളംബരം നടന്നു. നാളെ ഇതാ നടക്കാൻ പോകുന്ന ഒരു മഹാമത്സരം. യഥാർത്ഥ ചാട്ടത്തിലെ ഉയരത്തിൽ ചാടുന്നവരും വേഗതയുള്ളവരും കുരങ്ങന്മാരാണോ തവളകളാണോ? മത്സരം നാളെ ഒരുമിക്കുന്നു. എല്ലാവരും രാജധാനിയിലെത്തി. വലിയ ഗാലറിയായി സംഭവമായി. ലാസ്റ്റ് ഒരു മരം മുന്നിൽ നിൽക്കുന്നു. നാട് മുഴുവനുണ്ട്, കാട്ടിലെ മൃഗങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ലാസ്റ്റ് തവളകൾ മുഴുവൻ ആദ്യം ഡെമോൺസ്ട്രേഷൻ ചെയ്തു. ഫസ്റ്റ് ഊഴന്മാരതാണ് തവളകരുതാണ്. അങ്ങനെ തവളകൾ മുഴുവൻ മരത്തിൽ കയറാൻ വേണ്ടി വരികയാണ്. അങ്ങനെ തവള ഇങ്ങനെ മുന്നോട്ട് വന്ന സമയത്ത് ബാക്കിൽ നാരോ വിളിച്ചു പറഞ്ഞു, ഏയ് ഫർദയിട്ട തവളെ, നിനക്ക് പറ്റിയ പരിപാടിയല്ല ഇത്. നീ തറവാട്ടിലെ തവളയാണ് പെണ്ണെ. അല്ല തവളെ, മനസ്സിലായോ? അവിടെ നടുവിൽ നിങ്ങൾ കയറ്റിയാൽ മതി കേട്ടോ, അപ്പൊ മനസ്സിലായിക്കോളും. അതിനാണിത്. ആ സമയത്ത് ഈ നിൽക്കുന്ന തവള എന്തെയ്തു? കുറെ മുന്നിൽ പോയി കണ്ട് മരത്തിന്റെ അടുത്ത് തിരിച്ചു വന്നു. വേണ്ട, നമുക്ക് പറഞ്ഞതല്ല. അടുത്ത തവള വന്നു. തവളയോട് പറഞ്ഞു, PSC പാസ്സായി നിൽക്കുന്ന തവളെ, നിനക്കത് പറ്റൂല തവളെ, നിനക്ക് പറഞ്ഞതല്ല തവളെ. ഞങ്ങൾക്കാരുടെ എന്നോട് കുറ്റം പറയും, തവളന്റെ കഥയാണ് നിങ്ങളുടെ കഥയല്ല. സോ സീരിയസ്ലി ആ തവളയും എന്ത് ചെയ്തു? ഞങ്ങൾ PSCക്കാർക്ക് പറഞ്ഞല്ല, തിരിച്ചു പോന്നു. അടുത്തൊരു തവള വന്നു. ആ തവള വന്നു പറഞ്ഞു, പെണ്ണാണ്, കുടുംബശ്രീ പ്രവർത്തകയാണ്, വയസ്സ് 50 അന്നെ കൊണ്ട് പറ്റൂല തവളെ. ശരി, ഞാനും വിട്ടു. ഇങ്ങനെ ആര് കയറി വന്നാലും പറയും, നീ ഉസ്താദാണ് തവളെ, നീ മൂല്യരാണ് തവളെ, പ്രഭാഷകനാണ് തവളെ, ട്രെയിനറാണ് തവളെ എന്ന് പറഞ്ഞപ്പോൾ ലാസ്റ്റ് തവളകളൊക്കെ ഇങ്ങനെ മാറി വരിക. അതിന് നടുവിലൊരു പാവം പീകിരി തവള മുന്നിൽ കണ്ടുപോയിട്ടാണ് മൂപ്പരോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. മൂപ്പർ ആ വാത്തുക്കേമ എന്നിന്റെ കയറി അങ്ങനെ പോയിട്ട് ലാസ്റ്റ് മരത്തിന്റെ മേലെത്തി ആ പതാക തൊട്ടു വിജയിച്ചു. ക്ലിയർ? ഇറങ്ങി വന്ന സമയത്ത് പത്രക്കാർ വന്നു. ആര്? RTC ആൻഡ് NTC ആൻഡ് ലീഡേഴ്സ് വന്നു. അവർ വന്നിട്ട് മൈക്ക് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, വാട്ട് ദ സീക്രട്ട് ബിഹൈൻഡ് യുവർ സക്സസ്? നിന്റെ വിജയത്തിന്റെ പിറകിൽ ആ മഹാത്ഭുതം എന്ന് പറയൂ തവളെ. അങ്ങനെ സമയത്ത് ഒന്നും പറഞ്ഞില്ല. അപ്പൊ നാട്ടുകാരൊക്കെ പറഞ്ഞു, അഹങ്കാരമാണ്. കണ്ടില്ലേ, ജയിച്ചതിന്റെ അഹങ്കാരം കൊണ്ടല്ലേ ഉണ്ടാത്തത്. ഇവനോട് ഒന്നും ചോദിച്ചിട്ടും ഉണ്ടല്ലോ. അപ്പോഴത്തെ ബാക്കിൽ നിന്ന് കുറെ ആൾക്കാർ ഒച്ചപ്പെടുക്കുന്നു, ഹലോ സോറി, ഒന്നും ചോദിക്കല്ലേ. അപ്പൊ പത്രക്കാരുടെ ബാക്ക് തിരിഞ്ഞു നോക്കിയ സമയത്ത് ഈ തവളന്റെ അച്ഛനും അമ്മയാണ് ഓടി വന്നിട്ട് പറഞ്ഞേ, ഈ തവളക്ക് ചെവി കേൾക്കൂല, ഞങ്ങൾ എന്ത് ചോദിച്ചിട്ടും കാര്യമില്ല. ആ ചെവി കേൾക്കാത്തത് കൊണ്ടാണ് ആ തവള ആ മരം കയറിയത്. അതുകൊണ്ട് മൈ ലൈഫിന്റെ മുമ്പിൽ പലതും പറയും. ചെവി വെച്ചു കൊടുക്കരുത്. അങ്ങനെ വെച്ചാൽ നിങ്ങൾ പിറകോട്ട് പോണ തവളയാണ്, മരത്തുമ്പോ കയറുന്ന തവളയാകല്ല. ഡു യു വാണ്ട് ടു ക്ലൈം ദ ട്രീ ഓഫ് സക്സസ്? വിജയത്തിന്റെ മരം കയറണോ? കാത് പൊട്ടിയടക്ക്, അപ്ലൈൻമെന്റ് മാത്രം കേൾക്ക്. യു ഗെറ്റ് മൈ പോയിന്റ്? സോ സീരിയസ്ലി ഇങ്ങനെ ഒരു സാധനം നമ്മൾ നമ്മുടെ കാര്യത്തിൽ മാത്രം ഫോക്കസ്ഡ് ആവുക. ദെൻ ദ തേർഡ് വൺ, ബി കൺസിസ്റ്റന്റ് ഓൺ വാട്ട് യു ഡു. ചെയ്യണത് ചെയ്തുകൊണ്ടേയിരിക്കുക. മൈൻഡിൽ ഒരു പാറ്റേണിങ് ക്രിയേഷൻ ഉണ്ട്, മനസ്സിനൊരു പാറ്റേൺ ക്രിയേഷൻ ഉണ്ട്. അത് മസ്റ്റായിട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ചെയ്യുന്നത് ചെയ്തുകൊണ്ടേ ഇരുന്നാലേ പറ്റൂ. കാര്യം എന്താ? നമുക്ക് ഏകദേശം ദൈവം എഴുതി വെച്ച ഒരു കണക്ക് ഇങ്ങനെയുണ്ട്. നിന്റെ 101ാമത്തെ പ്ലാൻ അടിപൊളിയാണ്. നിന്റെ 200ാമത്തെ ജോയിനിങ് എൻ്റെ ഡയമണ്ട് ആണ്, ഉറപ്പിച്ചിട്ടുണ്ട്. പടച്ചോൻ അങ്ങനെ എഴുതി വെച്ചു കിതാബിൽ. അങ്ങനെയെങ്കിൽ 199 പ്ലാന് നമ്മൾ വെറുതെ കൊടുക്കാൻ തയ്യാറാണ്. യെസ് ഓർ നോ? അതല്ലാതെ പടച്ചോനോട് എന്ത് പറയരുത്, ആ 200ാമത്തെ ഇത് തന്നാള് ഏതായാലും ഉറപ്പല്ലേ തരുന്ന്. അങ്ങനെ പറ്റുമോ? പണ്ടൊരാൾ ചോറയിക്കാൻ ഹോട്ടലിൽ കയറിയ മാറി, ഊണെത്ര റേറ്റ്? 50. വീണ്ടും ചോറിട്ടാൽ പൈസ ഇല്ല, എന്നാൽ രണ്ടാമത്തെ ചോറ് ആദ്യം പോരട്ടെ. അങ്ങനെ പറ്റുമോ? അത് പറ്റൂല. ഇതേപോലെ തന്നെ പടച്ചോൻ നമ്മുടെ കിതാബിൽ എഴുതിയിട്ടുണ്ട്, യുവർ 100th പ്ലാൻ, നിന്റെ 100ാമത്തെ പ്ലാന്, 100ാമത്തെ അറ്റംപ്റ്റ് വണ്ടർഫുൾ ആകുന്ന എഴുതി വെച്ചാൽ 99 നോക്കാതെ എഫർട്ട് ഇടാൻ തയ്യാറാകുന്നവർക്കാണ് വിജയമെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവിടെ നെവർ വെയിറ്റ് ഫോർ ദ റിസൾട്ട്. നിങ്ങൾ റിസൾട്ടിനെ അല്ല ഫോക്കസ് ചെയ്യേണ്ടത്. റിസൾട്ട് ആര് തന്നോളും? മേലെന്ന് ദൈവം തന്നോളും. ആണോ അല്ലേ? E=mc² എന്ന് പറയുന്ന സാധനം അതിന്റെ മട്ടത്തിൽ നടന്നോളും. ഇവിടെയും അവിടെയും സെയിം ആണെങ്കിൽ ഈക്വൽ സംഭവിക്കും. അതിനെപ്പറ്റി ടെൻഷനൊന്നും ആവണ്ട. എടുക്കേണ്ട പണി വൃത്തിക്കെടുത്താൽ ഉണ്ടാവേണ്ടത് ഉണ്ടായിക്കോളും. അത് ഇങ്ങനെ ആയാലേ അറിഞ്ഞാലേ നടക്കുന്നുണ്ടോ? ഒരു സാധനം വിജയം എന്ന് പറഞ്ഞാൽ അറിഞ്ഞോർക്ക് സംഭവിക്കോ? അതല്ല കർമ്മം ശരിക്കും കറക്റ്റായാൽ വിജയം ഉണ്ടാവും. എങ്ങനെയാണ് നിങ്ങളുടെ നാട്ടില്? കർമ്മം കറക്റ്റായാൽ വിജയം ഉണ്ടാകും. ആണോ അല്ലേ?
ഇതിൽ ഞാൻ ചോദിക്കട്ടെ, ഗ്രാവിറ്റി ടെക്നോളജി അറിയുന്ന ആൾക്കാരെന്ന് പറഞ്ഞാണെങ്കിൽ നമ്മുടെ ഭൂഗുരുത്വാകർഷണ ചങ്ങായി തലേക്ക് ചക്ക എന്തോ സാധനം വീണില്ല എന്ന് പറഞ്ഞാൽ ആപ്പിളാ വീണത്. ഞങ്ങളുടെ നാട്ടിൽ ഞമ്മളെ ചട്ടി ചട്ടി പോകുന്ന ചക്ക ആയിരിക്കും തോന്നുന്നുണ്ട്. ഓക്കെ, അറിയോ അല്ലേ? അതിൽ ഗ്രാവിറ്റിയുടെ ടെക്നോളജി മുഴുവൻ അറിയുന്ന ആൾക്കാരെന്ന് കൈയൊക്കിക്കാണ്. ഭൂഗുരുത്വാകർഷണ നിയമം മൊത്തമായിട്ട് പറയാറുണ്ട് ആൾക്കാർ. അറിയോ? ആരെങ്കിലും ഉണ്ടാ? അൽതാഫ് സാർ ഉണ്ട്. അൽതാഫ് സാർ പറഞ്ഞാൽ ഞാൻ വേണോന്ന് ചോദിക്കുന്നുണ്ട്. ലാസ്റ്റ് ഇല്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? അവസാനത്തെ ആയുധം എടുക്കും. ഓക്കെ, സോ സീരിയസ്ലി അറിയില്ലല്ലോ, അറിയാന്ന് ഉറപ്പല്ലേ? ഒരു കല്ലുകൾ മേലെ തന്നെ താഴത്തേക്ക് വരുമോ? അപ്പൊ ഗുരുത്വാകർഷണം മറിഞ്ഞാലും മറിഞ്ഞില്ലെങ്കിലും ചെയ്യേണ്ട പ്രവർത്തനം ചെയ്താൽ നിങ്ങൾ സീലിംഗ് അടിക്കും, നിങ്ങളെ ടേസ്റ്റ് ആകും. അതിന് നിങ്ങൾ ഒന്നും അറിയണ്ട, ലീഡർ പറഞ്ഞത് ചെയ്താൽ മതി. യു നെവർ ബി വറീഡ് അബൌട്ട് യുവർ എഡ്യൂക്കേഷൻ ഓർ ദ നോളജ്. നോളജിനെ കുറിച്ചോ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റിനെ കുറിച്ചോ ടെൻഷൻ ആവണ്ട. If you are doing the thing on the proper channel, one day you will be successful. ചെയ്യേണ്ട വിധം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ തോൽപ്പിക്കാൻ ഒരു ശക്തിക്കുമാകില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയാൻ പറ്റുക. സോ സീരിയസ്ലി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തിട്ട് പോവുക. That is the third point. And the fourth point, it's very important. First one, think about what you do and focus on what you do and be consistent on what you do. ഈ മൂന്ന് സാധനത്തിന്റെ കൂടെ തന്നെ love what you do. It's very important. അത് സ്നേഹത്തോടെ ചെയ്യണം. നിങ്ങൾ അങ്ങനെ തന്നെയല്ലേ? ഈ ബിസിനസ്സിൽ എല്ലാവരും പറയും നീയും പെട്ടോ, ആണോ അല്ലേ? നീയും പെട്ടോ പറയണം അഭിമാനത്തോടെ, യെസ് ഞാൻ പെട്ടു. ആദ്യം സുഹൃത്തെ ഞാൻ ഇഷ്ടപ്പെട്ടു, പിന്നെ ഞാൻ കഷ്ടപ്പെട്ടു, ഇപ്പൊ ഞാൻ രക്ഷപ്പെട്ടു. അങ്ങനെ 3 പെടലാണ് പെട്ടത്, ഒരു പെടലാണ് പറയണം. നിങ്ങൾ ചോദിക്കും പെട്ടോന്ന്, അപ്പൊ എന്താ മറുപടി? പറയും എന്താ പെട്ടോന്ന് ചോദിച്ചാൽ മറുപടി പെട്ടു. എത്ര വട്ടം പെട്ടു? 3 വട്ടം. എങ്ങനെയൊക്കെ പെട്ടത്? ഞാൻ ആദ്യം ഇതിനെ ഇഷ്ടപ്പെട്ടോ, ഇത് ചങ്കിടിപ്പാണ്, എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ പൊട്ടു. അങ്ങനെയാണ്, മനസ്സിലായോ? അതിങ്ങനെ ഭയങ്കര പാട്ടന്നെ എങ്ങനെയാണ്? ഇറ്റ്സ് മൈ ലൈഫ് എന്നാണ് അല്ലേ? സ്മൈലിന്റെ ലൈഫ് എന്നാണ്. ഇറ്റ്സ് മൈ ലൈഫ്. ഞാൻ എന്താ കേൾക്കുന്നത്, നിങ്ങൾ എന്താ കേട്ടത് എനിക്കറിയില്ല അല്ലേ? മൈലൈഫിന്റെ പാട്ട് കേട്ടാണെങ്കിൽ എന്ത് കാണാൻ പറ്റും? ഇറ്റ്സ് മൈ ലൈഫ്, ഇസ്മായിൽ സ്റ്റൈൽ. ഇത് ആരെ മൈ ലൈഫാണ്? ഇസ്മായിലിന്റെ മൈ ലൈഫാണ്, ഇസ്മായിലിന്റെ സ്റ്റൈലാണ്. ഞാൻ എങ്ങനെ ആ പാട്ട് കേട്ടത് എനിക്കറിയില്ല. ആ പാട്ട് അങ്ങനെ ഇക്കാരം. ഞാൻ അതുകൊണ്ടാണോ എന്നറിയില്ല, എന്റെ ബർത്ത്ഡേക്ക് 210 ആണ്. 2010 ഞാൻ ജന്മം കൊണ്ടത്. ചിലപ്പോ അതാണോന്നും അറിയില്ല കേട്ടോ, അങ്ങനെ അറിയില്ല, ചിലപ്പോ അതായിരിക്കും. ഞാൻ കമ്പനിന്റെ പേര് MI എന്നാണ് ഇവരെല്ലാരും പറഞ്ഞത്. എന്താ MIന്റെ ഫുള്ള്? മെയ്ഡ് ഫോർ ഇസ്മായിൽ. ഞാൻ അങ്ങനെ കണ്ടത്. നിങ്ങൾ എന്താ കണ്ടത് എനിക്കറിയില്ല. മൊത്തത്തിൽ എനിക്കാണോന്ന് ഡൗട്ട് ഉണ്ട്. സോ ആക്ച്വലി നിങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റണം. നിങ്ങൾക്കുള്ളതാണ് ഈ കമ്പനി എന്ന് നിങ്ങൾ കാണണം. എനിക്ക് ഷുഐബ് സാർ തന്ന കമ്പനി അല്ല ഇത്, അൽതാഫ് സാർ വിവരിച്ച കമ്പനി അല്ല ഇത്. ഞാൻ കാലങ്ങളായി തേടി നടന്ന എൻ്റെ പ്രയാസങ്ങൾക്ക്, എൻ്റെ ഏറ്റവും വലിയ വിജയത്തിന് ദൈവം കനിഞ്ഞേകിയ വിളക്ക് തരാൻ വേണ്ടി ദൈവദൂതരെ പോലെ വിട്ട 2 ആളുകളാണ് മിസ്റ്റർ അൽതാഫ് ആൻഡ് ഷുഐബ്. അങ്ങനെ ചിന്തിക്കാൻ പറ്റണം, അങ്ങനെ ചിന്തിക്കണം. ഇത് ഇല്യാസ് ഭായി ബുഷ്ര മേഡം പറഞ്ഞ ബിസിനസ് അല്ല. അതേപോലെ തന്നെ ഗ്രേറ്റ് മാൻ DTC ലീഡർ വാട്ട് ദ നെയിം രഘുനാഥ് നല്ലൊരു കയ്യിൽ കൊടുത്താൽ എന്റെ തന്നെ ലീഡേഴ്സ് പറയേണ്ടത് തോന്നുന്നുണ്ട്. ZTC ആണ്. DTC എന്ന് പറഞ്ഞാൽ തന്നെ ജില്ലാതല മത്സരത്തിൽ കളക്ടർ പദവിയിൽ എപ്പോൾ നിൽക്കുന്നത് മനസ്സിലായോ? ജില്ലാതലം കളക്ടർ പദവിയാണത്. സീരിയസ്ലി നിങ്ങൾ ശരിക്കും ചിന്തിക്കുക. ദിസ് നോട്ട് ദ ബിസിനസ് ഓഫ് രഘുനാഥ് ഭായ്. അദ്ദേഹം തന്ന ബിസിനസ് അല്ല ഇത്. നിങ്ങൾ വിളക്ക് കത്തിച്ച് ദൈവത്തിന്റെ മുമ്പിൽ കുമ്പസാരം നടത്തിയപ്പോ, മുസല്ലയിൽ കണ്ണീർ വാർത്ത് കുഞ്ഞു മക്കളുടെ പരിദേവനങ്ങൾ മുന്നിൽ വിളമ്പിയപ്പോ, ദൈവം തമ്പുരാൻ ഈ മനുഷ്യനൊരു വിളക്ക് ഞാൻ നൽകേണ്ടതെന്ന് മനസ്സിലാക്കി ദൈവമായി പറഞ്ഞയച്ചതാണ് നിങ്ങളുടെ അപ്ലൈനിനെ നിങ്ങളുടെ അടുത്തേക്ക്. അങ്ങനെ ചിന്തിക്കാൻ നിങ്ങൾക്ക് പറ്റണം. നിങ്ങൾ അങ്ങനെ തന്നെ കാണും. നിങ്ങൾ ശരിക്കും ഇൻഡസ്ട്രിയുടെ പവർ തിരിച്ചറിയാൻ പറ്റുക. ഇന്ന് ഞാൻ അഭിമാനത്തോടെ ഇതൊന്ന് പറയുന്നുണ്ട്. എന്റെ വൈഫ് പറഞ്ഞു, ഈ ബിസിനസ്സിലേക്ക് വന്ന സമയത്ത് ഒരു ബൈക്കും സാനിയായിട്ട് ഇങ്ങനെ തിരിഞ്ഞിറങ്ങുന്ന കഥകളൊക്കെ പറയാറുണ്ട്. ആൾക്കാർ അതിന് വലിയ നീണ്ട വേറെ കുറെ കഥകളൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ മുഴുവൻ കഥയും ഒരു നാൾ പറയും. അന്ന് ഞാൻ ആദ്യം മുന്നിൽ BMW ചാവി വെക്കും, എന്നിട്ട് ഞാൻ ആ കഥ പറയും. അന്ന് കഥ പറയും. എന്ന് ചെറിയ ടെസ്റ്റ് ഡോസ് സ്ലൈഡാണ് കാണിക്കുന്നത്. ഞാൻ സൈഡ് വ്യൂ ആണ് കാണിക്കുന്നത്. നമ്മുടെ പടത്തിന്റെ ട്രെയിലറിലെ ഏത്തോ ട്രെയിലർ ഹേ പിക്ചർ അഭി ബാക്കി ഹേ വരാൻ കിടക്കുന്നുണ്ട്, അവിടെ നമ്മൾ പറയും. സോ ആക്ച്വലി അന്നത്തെ കാലത്തൊക്കെ ഈ ഇൻഡസ്ട്രിയിൽ വന്ന സമയത്ത് ആക്ച്വലി എന്താ പറയാ, ഒരുപാട് സീനറീസ് ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അൽതാഫ് സാറിന്റെ സീലിംഗിന്റെ ഒരു മുഹൂർത്തം ഞാൻ ഇപ്പോഴും ഓർക്കാറുണ്ട്. സാറിന് ചോദിച്ചാൽ മതി, സാറായിട്ട് പറഞ്ഞുതരും. ചേളാരി ഞങ്ങൾ മീറ്റിംഗ് കൂടെയാണ്. സാറിന്റെ സീലിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പൊ സന്തോഷം. ഞാൻ അന്ന് വന്ന സമയം ഞാൻ പാർട്ട് ടൈമറാണ്. ആദ്യത്തെ 3 വർഷം പാർട്ട് ടൈമറാണ്, പിന്നത്തെ 3 വർഷം ഫുൾ ടൈമറാകുന്നത്. സോ
ഈ എന്താ പറയാ അൽത്താഫ് സാർ മീറ്റിംഗ് ഒക്കെ വിളിച്ചു. അപ്പൊ എന്റെ കൂട്ടുകാരൻ അതിന്റെ 4ാമത്തെ ലെയറിന്റെ ഒരു ലീഡർ ഒരു നല്ല കിടിലൻ പുലിയായിട്ട്, നമ്മളന്ന് പുലിയാണോ പറയല്ലേ അല്ലേ, അത് പുലിയാണോ എലിയാണോ എന്ന് പിന്നെ തിരിയുള്ളൂ. പക്ഷെ കാണുമ്പോൾ നമുക്ക് എല്ലാം പുലിയാന്ന് തോന്നും, ആണല്ലേ? അങ്ങനെയാണ് അല്ലേ? നമുക്ക് ഏത് പെണ്ണ് കണ്ടാലും അത് ശകുന്തളയും കാര്യം കെട്ടിക്കൊടുന്നുള്ള ഡ്രാക്കുളയാവല് അങ്ങനെയല്ല. അപ്പൊ ഞാൻ സീരിയസ്ലി ഇതിപ്പോ പറഞ്ഞില്ലെങ്കിൽ ഇവിടുന്ന് വെറി ബ്ലാസ്റ്റ് ആണ്, വെറി പോയ തെറി ബ്ലാസ്റ്റ് ആകും. അതുകൊണ്ടാണ്. സോ രണ്ടും വേണ്ടേ, നോമിനി ഫെസിലിറ്റി നിർത്താനുള്ളതാണ്. സോ ആക്ച്വലി ഞാൻ നിങ്ങൾ പറഞ്ഞു കേട്ടെന്താന്ന് വെച്ചാൽ, എന്തായാലും ശരി, നമ്മൾ വിചാരിക്കുന്നുണ്ട് ഈ ഇൻഡസ്ട്രിയിൽ ആദ്യം വരുന്ന ആൾക്കാരൊക്കെ ഭയങ്കര സംഭവമാണ്. അങ്ങനെ ഈ സാധു വന്നപ്പോൾ ഞാൻ ത്രില്ലാൻ കാരണമുണ്ട്. നിങ്ങളാണ് ഉസ്മാൻ സർ? അതെ, ഞാൻ ഉസ്മാൻ സർ. ഓക്കെ, ഈ കഴിഞ്ഞ മാസങ്ങളിൽ ഇവിടെ സീലിംഗ് അടിച്ച മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ ഒരു ഗ്രേറ്റ് ലീഡർ ഉണ്ട്. അതും നിങ്ങളാണ്? അല്ല, ഞാനല്ല, അത് അൽത്താഫ്. അതിനാണ് അൽത്താഫ്. ഓക്കെ, അൽത്താഫ് ഇന്നൊന്നും നോക്കുന്നില്ല, നിങ്ങളാണ് അൽത്താഫ് സാർ. ഓക്കെ, നിങ്ങൾ സീലിംഗ് അടിച്ചപ്പോൾ എത്ര മാസം എടുത്തു? ഏകദേശം 9-10 മാസം എടുത്തു. ഓക്കെ, അങ്ങനെ തല ഞാൻ വിളിക്കുന്നുണ്ട്. ഞാൻ ചിന്തിച്ചു, അപ്പോൾ ഇതിൽ അൽത്താഫ് ഒറിജിനൽ ആരാണ്? കാരണം വന്നവൻ അതിനെക്കാട്ടി ഉസാറാണ്. മനസ്സിലായോ? പണ്ട് എൻ്റെ ഉമ്മ എനിക്ക് ബ്രെഡ് തന്ന സമയത്ത് ഞാനത് ചായയിലാണ്ട് നോക്കിയ സമയത്ത് പിന്നാണ്ട് നോക്കിയ സമയത്ത് ചായ കാലി. അപ്പൊ എൻ്റെ ഉമ്മ പറഞ്ഞത് അന്നെക്കാട്ടി എന്താ എൻ്റെ ബ്രെഡിന് എന്ന് പറഞ്ഞ മാതിരി ഈ വന്നവർക്ക് ഭയങ്കര അൽത്താഫിയസം. അപ്പൊ അവൻ വന്നു ചോദിച്ചു, സാറ് ഒരു 7-5 മാസം കൊണ്ട് സീലിംഗ് അടിച്ചാൽ കമ്പനി സംഗതി തരുമെന്ന് ചോദിച്ചു. ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞ ആ സാധനം പറഞ്ഞിരുന്നോ, ഞാൻ TC ആയിട്ടില്ല. ഈ പഹം വന്ന് ചോദിക്കുന്നത് കണ്ട, ഞാൻ TC ആകാതെ സീലിംഗ് അടിച്ച് പ്ലാനാണ് ഈ കിട്ടുന്നത്. എന്റെ താഴത്ത് ഒരാൾ വന്ന് ചോദിക്കുകയാണ്, സാറേ 5 മാസം കൊണ്ട് ഞാൻ സീലിംഗ് അടിച്ചാൽ കമ്പനി തരുമോ? അതായത് എന്താണ് ക്രൈറ്റീരിയ ഉണ്ടോന്നാണ് ചോദിക്കുന്നത്. മിനിമം 10 മാസത്തെ വർക്കിംഗ് എക്സ്പീരിയൻസ് ഇത്രയും ഉള്ളവർക്ക് കമ്പനി തരും, അങ്ങനെ ഉണ്ടോന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ചോദിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ ജിലേബി, മടക്ക്, കേക്ക്, ലഡുവൊന്നുമല്ല പൊട്ടിയത്, ഫുള്ള് ഒരു ബേക്കറി നിരത്തി പൊട്ടുകയാണ്. ഓരോ സൈഡ് ഫേമസും കെയർ ബേക്കറി ഒക്കെ പൊട്ടാൻ തുടങ്ങി. ഞാൻ ത്രില്ലടിച്ചിരിക്കുകയാണ്. അൽത്താഫ് സാർ എനിക്ക് കുഴപ്പമൊന്നുമില്ല, പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടാവുന്നത് കുഴപ്പമില്ല. ഇവർ കൂളായിട്ട് ഇവർ കുറേ കണ്ടിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഭയങ്കര ട്രെയിനർ ആയതുകൊണ്ട് കുറേ കണ്ടിട്ടില്ല. ഇവർ ഇതിനകത്ത് കുറേ സാധനം കണ്ടെന്നുള്ളത് എനിക്കറിയില്ല. ഞാനത് അംഗീകരിക്കുന്ന സമയം ആയിട്ടില്ല. എങ്ങനെയാണെന്ന് വെച്ചാൽ എന്താണ്, ഇവർ 4ാം ക്ലാസ് കുസ്തിയാണ്, ഞാൻ ട്രെയിനറാണ്. നിങ്ങൾ മനസ്സിലാക്കണം എൻ്റെ വിഷമം. ഓക്കെ, സോ ഏതായാലും ശരി, ഇവർ ഈ ഡയലോഗ് പറഞ്ഞു. അതിന്റെ ശേഷം പറഞ്ഞു, ഓക്കെ എന്നാൽ ശരി, ഞങ്ങൾ അങ്ങനത്തെ പ്ലാനൊക്കെ ഇടുക. അതിന്റെ ശേഷം പെട്ടെന്ന് അൽത്താഫ് സാർ എല്ലാവരും വന്നില്ല, ഇവർ ക്ലാസ് ഹാളിൽ കയറിയിരിക്കുന്നത്. അങ്ങനെ എല്ലാവരും കയറ്റിയിരുത്തി. അപ്പോൾ എൻ്റെ നമ്മളെ സീലിംഗ് അച്ചീവർ അയാൾക്ക് മൂത്രയിക്കാൻ പറ്റി. ഞാൻ നേരെ ബാത്റൂമിന്റെ മുമ്പിൽ പോയി നിൽക്കണം. അപ്പോൾ അൽത്താഫ് സാർ, ഇസ്മായിൽ സാർ ഇവിടെ വരും, മീറ്റിംഗ് ഇവിടെയാണ്. ഞാൻ പറഞ്ഞു, നോ എൻ്റെ സീലിംഗ് ഇവിടെയാണ്, നോ അവിടെ ഇല്ല കേസ്. അങ്ങനെ ലാസ്റ്റ് അപ്പോൾ മൂപ്പര് വിട്ട്. ഞാൻ ട്രെയിനറൊക്കെയുള്ള ആദരവ് ആദ്യം ഭയങ്കര ഉണ്ട്. ഇനി ആദരവ് വിട്ടോളും കിട്ടാം. അപ്പോൾ മൂപ്പര് എന്താ ചെയ്യില്ല, പ്രത്യേകിച്ചൊന്നും സാറില്ല, സാധുവിനെ കുറച്ച് കഴിഞ്ഞാൽ വന്നോളൂ വിചാരിച്ചു. പിന്നെ മീറ്റിംഗ് തുടങ്ങിയ സമയത്ത് വീണ്ടും റഫീഖ് സാറൊക്കെ എവിടെ, ഇസ്മായിൽ സാർ ഇവിടെ, അവരവിടുന്ന് വന്ന ആൾക്കാരല്ല. അവർക്ക് നല്ല ഈ ബിസിനസ് ഇൻഡസ്ട്രി വന്ന സമയത്ത് എന്നെ ഇടം വലം തിരിയാൻ അയക്കാതെ ജയിപ്പിക്കാനായിട്ട് ചെങ്കോല അനക്കിയ ലീഡർമാരായിട്ടോ ഈ അൽത്താഫ് സാറും മറ്റുള്ള ഇസ്മായിൽ സാറൊക്കെ അടങ്ങി നല്ലൊരു കയ്യിലേക്ക് കൊടുക്കുക. അതുകൊണ്ടതായത് കാരണം എന്താ, ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അൽത്താഫ് സാർ ഒരാളെ കാറിൽ വിട്ടിട്ടുണ്ടോ, വേറെ ലീഡർ. അങ്ങനെ ലാസ്റ്റ് ഞാൻ റൈറ്റ് അവർ ഇസ്മായിൽ ലെഫ്റ്റ് ഇന്ത്യക്കാർ ഉള്ളോടത്തേക്ക് കാറായിട്ട് നിൽക്കണം. അവിടെ പറഞ്ഞു കേട് കാറിൽ കൂടെ വിട്ടോട് വേണ്ടി. അങ്ങനെ എടുത്തു പറഞ്ഞ് എൻ്റെ ക്ലാസ്സൊക്കെ ക്യാൻസൽ ചെയ്ത ആൾക്കാരാ. അങ്ങനെ തന്നെ ജയിച്ചത്. ഇത് നിങ്ങൾക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ആദ്യം തെറി പറയും, പക്ഷേ നാളെ ഞാൻ നേടിയ പോലെ സക്സസ് നേടുമ്പോൾ നിങ്ങൾ ആ ചെയ്ത കർമ്മത്തെ അഭിമാനത്തോടെ ആ ടീമേറ്റ് പറയും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യണ്ട, ഗ്രൗണ്ടിൽ വരുന്ന പ്രശ്നങ്ങളെ കുറിച്ച് വെറിയിടാവണ്ട. ഞാൻ എങ്ങനെ നിൽക്കുന്ന സമയത്ത് ലാസ്റ്റ് പഹൻ തുപ്പാൻ പോകുമ്പോൾ ഞാൻ കൂടെ പോണ്, കാരണം 2:10 തുപ്പലാണ്. ഞാൻ ഒരിക്കലും മീറ്റിങ്ങിന് വരലെന്നാണ്. അപ്പോൾ അൽത്താഫ് സാർ റഫീഖ് സാറിനെ വിളിച്ചു, ഇസ്മായിൽ സാറേ ആ നിൽക്കണ പഹന്റെ ഇങ്ങനെ ജോയിനിങ്ങിന്റെ 5000 കിട്ടുമെന്ന് നോക്കി, എന്നിട്ട് മതി അവന്റെ സീലിംഗ് തീരുമാനിച്ചില്ലെന്ന്. ഞാൻ കേട്ടില്ല. കാരണം എന്താ, 17 ലക്ഷം ബിസിനസ് പോലെ പെയർ മാച്ച് നടത്താൻ തീരുമാനമായിട്ട് പ്ലാൻ എടുത്ത വന്നാലോട് ഇവർ കൊച്ചാക്കി പറയാൻ പറ്റുമോ 5000 തരുമെന്ന്? ഞാൻ ഇവർക്കെതിരെയായിരുന്നു. പക്ഷേ ആ പഹൻ അന്ന് പോയതാ, പിന്നെ ഇന്നേ വരെ അവൻ വന്നിട്ടില്ല. അതാണ് ഈ ഇൻഡസ്ട്രിയുടെ രസം. മനസ്സിലായോ? അവൻ അന്ന് പോയതാണ്. എന്തെങ്കിലും ഒരു നാൾ വരുമെങ്കിൽ എനിക്ക് സീലിംഗ് അടിക്കാമായിരുന്നു എന്ന് ചിന്തിക്കുകയാണ്. സോ ആക്ച്വലി ഈ ബിസിനസ്സിൽ ഇങ്ങനെ ഒരു മുഹൂർത്തങ്ങൾ വരും. നിങ്ങൾ പറയുന്നത് സാർ 5 മിനിറ്റ് മുന്നേ വന്നാൽ ഈ ക്ലോസിംഗ് നടന്നിരുന്നു എന്ന് പറയും. വെറുതെയാണ് മോനെ. ഈ പഹനങ്ങാനും ക്ലോസിംഗ് ചെയ്യുന്ന നിന്റെ കൂടെ വന്ന നിന്നെ അവൻ ക്ലോസ് ആക്കിയത്. അതുകൊണ്ട് അവൻ വരാതിരിക്കാൻ വേണ്ടി ലീഡർ നേരം വൈകിയതാണ്. പോസിറ്റീവായിട്ട് ചിന്തിക്ക്, നെഗറ്റീവായിട്ട് ചിന്തിക്കല്ല. മേ ബി നിങ്ങൾക്ക് സിറ്റുവേഷനിൽ പല സിറ്റുവേഷൻ വന്നേക്കാം. നിങ്ങൾ പറയും അവരെ നിങ്ങൾ ലീഡർ ഒന്നും കൂടി ഫോളോ അപ്പ് ചെയ്തിരുന്നാൽ കിട്ടിയെന്ന്. ഒന്നുമല്ല. നിങ്ങൾ എന്ത് സംഭവിക്കുന്നുണ്ടോ സംഭവിക്കുന്നതെല്ലാം നല്ലതിന്, അത്രേ ചിന്തിക്കാവൂ. ബാക്കിയൊക്കെ ദൈവത്തിന് വിട്. ഒന്നിനെ കുറിച്ച് പാസ്റ്റ് ഈസ് പാസ്റ്റ്. കഴിഞ്ഞതിനെ കുറിച്ച് ടെൻഷൻ ആവരുത്. ആദ്യത്തെ 3 വർഷം വളരെ ഭംഗിയിൽ പാർട്ട് ടൈമായിട്ടും
പിന്നത്തെ 3 വർഷം ഫുൾ ടൈം ആയിട്ടും ചെയ്തു. ദൈവം സഹായിച്ച് നല്ല പുലിക്കുട്ടികളാകുന്ന ലീഡർമാർ ഓൾ ഓവർ ഇന്ത്യയിൽ തന്നെ എനിക്കിന്ന് കിട്ടാൻ പറ്റി. ഈ ഇൻഡസ്ട്രിയിൽ തന്നെ ഞാൻ നാട് വിടാനും അതേപോലെ തന്നെ കംഫർട്ട് സോൺ വലിച്ചെറിയാനും എടുത്ത തീരുമാനത്തിനാണ് എൻ്റെ സക്സസ് ഉണ്ടായത്. കാര്യം ഞാൻ ഇൻഡസ്ട്രി വന്ന സമയത്ത് വൈഫിനോട് ചോദിച്ചാൽ മതി, ഒരുപാട് കിഡിലൻ ഓഫറുകൾ വന്നു. കിഡിലൻ ഓഫർ എന്ന സാധാ ഓഫർ ഒന്നുമല്ല, അതിൽപ്പെട്ടതാണ് നമ്മളുടെ ഗൾഫ് കൺട്രീസിലെ ഒരു അടിപൊളി പാനൽ ഡിപ്പാർട്ട്മെന്റിലെ ആങ്കറിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നു. ലക്ഷങ്ങളെ സാലറി, ലക്ഷറി ആയിരിക്കുന്ന ലൈഫ് വന്നു. അതേപോലെ തന്നെ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ ഒരു നല്ലൊരു പേപ്പർ എഴുതിയിട്ടുണ്ടെങ്കിൽ എജു ഡിപ്പാർട്ട്മെന്റിൽ അറിയപ്പെട്ട കേരളത്തിലെ ഒരു ട്രെയിനർ ആകാനുള്ള ഓപ്ഷൻ തുടങ്ങി പല പേപ്പർ മുമ്പിൽ നിൽക്കുന്നു. മറുതലക്കിൽ മൈ ലൈഫിന്റെ പേപ്പർ നിൽക്കുന്നു. പക്ഷേ ഒരു സത്യം ഞാൻ തിരിച്ചറിഞ്ഞു, ഈ രാജ്യത്തിന്റെ IAS അക്കാഡമിയുടെ ഒരു ജോയിനിങ് ഫോം ആണെങ്കിലും ശരി, അതുപോലെ തന്നെ ഇൻഫോസിസിന്റെ പോലെയുള്ള HCL പോലുള്ള ലോകത്തിലെ മിന്നും കമ്പനികളുടെ ജോയിനിങ് ഫോം ആണെങ്കിലും ശരി, അത് മൈ ലൈഫ് സ്റ്റൈലിന്റെ ജോയിനിങ് ഫോമിന്റെ 4000 വരില്ല എന്ന തിരിച്ചറിവാണ് ഈ ഇൻഡസ്ട്രി ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറായത്. കാര്യം എന്താ, ഈ ഇൻഡസ്ട്രിക്കകത്ത് അങ്ങനത്തെ ഒരു ബ്യൂട്ടി ഞാൻ കണ്ടിട്ടുണ്ട്. മിസ്റ്റർ അംബാനിയെ നിങ്ങളെടുത്തോ, റിലയൻസിന്റെ പമ്പില് ഒരു പക്ഷേ 10 വർഷം 5 വർഷം 8 വർഷം 20 വർഷമായി എണ്ണയടിക്കുന്ന മനുഷ്യൻ എണ്ണ അടിച്ചുകൊണ്ടേ നിൽക്കുകയാണ്, ആണോ അല്ലേ? ലുലു മാളിൽ 15 കൊല്ലമായിട്ട് സാധനം സോപ്പും പേസ്റ്റും തട്ടും തുടച്ചു വെച്ച ഫ്ലോർ മാനേജർമാരും അവിടെയുള്ള ഷോപ്പ് കീപ്പർമാരും ഒക്കെ അതേ പണി 15 കൊല്ലമായിട്ട് ചെയ്യാണ്, ആണോ അല്ലേ? എങ്കിൽ മിസ്റ്റർ മുബീൻ മുഹമ്മദിന്റെ കൈ 10 കൊല്ലം പിടിച്ചവൻ ഇന്ന് നാട്ടിലെ ഏറ്റവും വലിയ മില്ലേനിയർ ആയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് പവർ ഓഫ് MI ലൈഫ് സ്റ്റൈൽ. അതാണ് ഈ ബിസിനസിന്റെ പവർ. അതുകൊണ്ട് മേ ബി ഇന്ത്യയുടെ കില്ലാടി താരങ്ങളായിട്ട് നിങ്ങൾക്ക് മിസ്റ്റർ അംബാനിയെ എണ്ണ, യൂസുഫ് അലി എണ്ണ ഒക്കെ എണ്ണിക്കോട്ടെ, അവരുടെ നെറ്റ്വർക്കിൽ ദേ ആർ ബ്രില്യന്റ്, ഉഷാറ. പക്ഷേ തന്റെ കോടിപതികളെ കൊണ്ട് ഏറ്റവും കൂടുതൽ കോടിപതിയെ ആരുണ്ടാക്കിയെന്ന് ചോദിച്ചാൽ അത് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലെ ഡയമണ്ട് എന്ന് പറയേണ്ടി വരും. അതിന്റെ താഴത്തെ ബാക്കിയുള്ള മില്ലേനിയേഴ്സ് വരും എന്ന് ചിന്തിക്കാൻ നമുക്ക് പറ്റണം. അതാണ് ഇൻഡസ്ട്രിയുടെ ബ്യൂട്ടി. നമ്മൾ 1 രൂപ ഉണ്ടാക്കുമ്പോൾ 100 ആളുകൾക്ക് 1 രൂപ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയാൽ ദാറ്റ് ഈസ് റിയൽ സക്സസ്. യെസ് ഓർ നോ? നമ്മൾ സ്വന്തമായി ഒരുക്കി കൂട്ടുന്നതല്ല ഈ സക്സസ്. ഞാൻ കാരണം രക്ഷപ്പെടുന്ന ആയിരങ്ങളുള്ള സദസ്സാണ് സക്സസ്. സോ സീരിയസ്ലി ആ കാര്യങ്ങൾ നോക്കുക. സോ ഞാൻ നിങ്ങൾ ഇവിടെ നിർത്താനായി പറഞ്ഞോ, ഞാൻ പറഞ്ഞു ഇതിന്റെ സ്വഭാവം ഇങ്ങനെ പോകും, ഇങ്ങനെ പോയിക്കാണ് ഇങ്ങനെ പോകാറുണ്ട്. ഒരിക്കലും പണ്ഡിതമായ ട്രെയിനിങ്ങിൽ 9 മണിക്ക് കയറിയെന്ന് ഇവരാരും നിർത്താൻ പറഞ്ഞില്ല. ആ ലാസ്റ്റ് എടുക്കുന്നു, ഉച്ചക്ക് ഒരു ബ്രേക്ക് ഇട്ട് അതിന് നിസ്കരിച്ച് വന്നു, പിന്നെയും തുടങ്ങി. ലാസ്റ്റ് 6 മണിയാകുമ്പോൾ ഞങ്ങൾ തളരാൻ തുടങ്ങി. 9 മണിക്കൂർ നിന്നിട്ട് ലാസ്റ്റ് എന്നെ കാറിലിട്ട് കാണി ടീമിനെ കൊണ്ടേക്കാണ്ട് കിടത്തിക്കാണ്ട് പറഞ്ഞു, സാറ് 4 പേരിട്ട് വന്നു എന്ന് പറഞ്ഞാൽ എന്നെ വീട്ടിൽ ഒരു പറഞ്ഞോണ്ടി ഞാൻ പോകും, പറഞ്ഞു പോകും. സോ ആക്ച്വലി ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു നിർത്താണ്. ലാസ്റ്റ് 2 points, ദിസ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ്സ്. ഈ ഇൻഡസ്ട്രി നിങ്ങൾ ലവ് ചെയ്യാം, സ്നേഹിക്കുക, ഈ ഇൻഡസ്ട്രിയെ സ്നേഹിക്കുക, പ്രൊഡക്ട്സിന് മുത്തം കൊടുക്കുക. എനിക്ക് ഓർമ്മയുണ്ട് മൈ ലൈഫ് സ്റ്റൈലിന്റെ ഞാൻ കയറി വരുന്ന സമയത്ത് ഡയബ ലൈഫിന് ഒരിക്കലും ഇതില്ലായിരുന്നു, എന്താ പറയാ, നമ്മുടെ ആയുഷിന്റെ പ്രീമിയം മാർക്കില്ലായിരുന്നു. ഫീലിംഗിന് ഇപ്പൊ കിട്ടിയിട്ടുണ്ടോ? ഫീലിംഗ് ഉണ്ടോ? ഫീലിംഗിന് പ്രീമിയം മാർക്ക് ആയോ? ഫീലിംഗ് ആൻഡ് സിറപ്പിന് അല്ലേ? ഇല്ലേ? ഫീലിംഗ് സിറപ്പിന് ഞാൻ വന്ന സമയത്ത് ഇല്ലായിരുന്നു. അങ്ങനെ ഇത് കിട്ടി എന്ന് പറഞ്ഞ സമയത്ത് ഓടിപ്പാഞ്ഞു തന്ന ആ ഫീലിംഗിനെയും ഡയബ ലൈഫിനെയും മുത്തം കൊടുത്തപ്പോണ്ടായ ഒരു സമാധാനം. കാരണം എന്താണ്? എത്ര ലക്ഷക്കണക്കിന് ആളുകളെയാണ് മരണത്തിന്റെ കൈപ്പിടിയിൽ നിന്ന് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന MI ലൈഫ് സ്റ്റൈലിന്റെ പ്രൊഡക്ട്സ് വിൽക്കുന്ന ആൾക്കാരെ നമ്മള്. അതിന് നമുക്ക് അഭിമാനം വേണം. ആ പ്രൊഡക്ട്സിന്റെ, നിങ്ങളാണെങ്കിലും പ്രൊഡക്ട്സിന്റെ കുപ്പിയും പാട്ടയും അതിന്റെ എന്താ പറയാ പേപ്പർ കാണുമ്പോൾ നിലത്ത് കാണുമ്പോൾ ഒരു മനസ്സിന് വേദന ആൾക്കാർ കൈവയ്ക്കുകയാണ്. അവരെ വിജയം എനിക്ക് ഗ്യാരണ്ടിയാണ്. ബാക്കിയുള്ളവർക്ക് അത് എനിക്കറിയില്ല. അവരെ വിജയം ഞാൻ ഗ്യാരണ്ടിയാണ്. മൈ ലൈഫ് സ്റ്റൈലിന്റെ വല്ല പേപ്പർ നിലത്ത് കിടക്കുന്ന സമയത്ത് പടച്ചോനെ ഖുർആൻ കണ്ടെന്ന് പറഞ്ഞതുപോലെ ഇത് നിലത്ത് കിടക്കാൻ പാടില്ല. നല്ല സ്ഥലത്ത് വെക്കുകയോ അല്ലെങ്കിൽ കണ്ണിൽ വിടാത്ത വിധം അത് കത്തിച്ച് കരിച്ച് സംശുദ്ധമാക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സമാധാനം. അങ്ങനെയാണ് മൈ ലൈഫിലെ ഉൽപ്പന്നങ്ങൾ നമ്മൾ കാണേണ്ടത്. മൈ ലൈഫിലെ ജോയിനിങ് ഫോമിനെ അങ്ങനെയാണ് കാണേണ്ടത്. മൈ ലൈഫിലെ ലീഡറെ അങ്ങനെ കാണേണ്ടത്. ഈ ഇരിക്കുന്ന ഓരോ ലീഡർമാരെയും, ഇവിടെ നിൽക്കുന്ന ഇല്യാസ് ഭായിക്കും ബൽതാബ് സാർക്കും രഘുനാഥ് പോലെയുള്ള ഒരുപാട് ലീഡർമാരുണ്ട്. ബുഷ്ര മേഡം ഉണ്ട്, നമ്മുടെ പേര് ഞാൻ വേഗം മറക്കും, നമ്മുടെ റാഫി സാറുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ വേറെ TC ലീഡേഴ്സിന്റെ ഷൈജു ഭായ് ഉണ്ട്. ഇവർ ഓരോരുത്തരും, ദിവ്യ മേഡം, ദിവ്യ ആ പെൺപുലിയുടെ നല്ല കൈ കൊടുക്കുക ദിവ്യ മേഡത്തിന്. ഓക്കെ, താങ്ക് യു. നിങ്ങളൊക്കെ ഒരു വിജയത്തിന്റെ ഉണ്ണിയാർച്ചയായി നമ്മൾ എഴുതി കഴിഞ്ഞു. അപ്പൊ എന്തായാലും ശരി, ഈ നിൽക്കുന്ന ഓരോ ലീഡർമാരും നിങ്ങളെ കാണുന്നത് ഒരു ദൈവം കനിഞ്ഞേകിയ ഒരു അത്ഭുത മനുഷ്യനായിട്ടാണ്. കാരണം എന്താണെന്നറിയോ? നിങ്ങളൊരു തീരുമാനമെടുക്കുമ്പോൾ എത്ര രാജ്യങ്ങളിലാണ് ആരോഗ്യം എത്തുന്നത്, എത്ര സംസ്ഥാനങ്ങളിലാണ് പൈസ എത്തുന്നത്, ആ സന്തോഷം നിങ്ങൾക്ക് ഉണ്ടാവണം. ഈ രാജ്യം ഡെവലപ്പായി മാറുമ്പോൾ നിങ്ങൾ അതിന്റെ ഒരു പ്രധാന ഹേതുകമാകുമ്പോൾ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ബ്ലെസ്ഡ് ലൈഫ്, യു നോ മൈ ഡിയേഴ്സ്. സോ ലവ് വാട്ട് യു ഡു ഫൈനലി. ദെൻ അവസാനമായി ഒറ്റ കാര്യം പറഞ്ഞു നിർത്താണ്.
ഈ ഇൻഡസ്ട്രി അവസാനം വരെ കളിക്കുക. വിന്നേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? വിജയ് എന്ന് പറഞ്ഞാൽ അവസാനം വരെ കളിക്കുന്നവരാണ്. എനിവൺ കാൻ സ്റ്റാർട്ട് ദ ബിസിനസ് ആണോ അല്ലേ? ലോകത്ത് ആർക്കും തുടങ്ങാൻ പറ്റും, പക്ഷേ അവസാനം വരെ കളിക്കാൻ വിജയം തീരുമാനിച്ച വിജയിക്ക് മാത്രമേ പറ്റൂ എന്ന് നിങ്ങൾ തിരിച്ചറിയുക. കാര്യം എന്താ? ഇട്ടെറിഞ്ഞു പോകാൻ ആർക്കും പറ്റൂലേ? നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, ഈ ബിസിനസ് നിർത്തി പോകാൻ നിങ്ങൾക്ക് ആയിരക്കണക്കിന് കാരണമുണ്ട്. നിങ്ങളൊന്ന് കൈ പൊക്കാൻ പറഞ്ഞാൽ കൈയും കാലും അതേപോലെ തന്നെ അവിടെ നിന്ന് തുള്ളി കളിക്കും. കാരണം പറഞ്ഞാൽ ആണോ അല്ലേ? എന്താ നിർത്തി പോകാനുള്ള കാരണം? സാറേ എന്റെ കുട്ടികളെ ചെറുത്, അതേപോലെ തന്നെ എന്റെ കുട്ടികളെ നോക്കണം, എന്റെ പട്ടികളെ നോക്കണം, അങ്ങനെ പറയണ്ടാവും. ചിലപ്പോൾ വീട്ടിൽ വളർത്തു പട്ടികളൊക്കെ ഉണ്ടാവും, അതിന് നോക്കണം. അതേപോലെ തന്നെ അമ്മക്ക് അവിടെ പ്രശ്നം, അച്ഛൻ്റെ ഇവിടെ പ്രശ്നം, എന്റെ വണ്ടിയുടെ പ്രശ്നം, ആ പ്രശ്നം, ഈ പ്രശ്നം, ഇങ്ങനെ തുടങ്ങി ആയിരക്കണക്കിന് പ്രശ്നങ്ങൾക്ക് ഉണ്ടാവും ആണോ അല്ലേ? പക്ഷേ ചെയ്തു പോകാൻ ഒരേ ഒരു കാരണം ഉണ്ടാവുള്ളൂ. ആ കാരണം കണ്ടുപിടിച്ച് അതിന്റെ അവസാനം വരെ കളിക്കാൻ നിങ്ങൾ റെഡിയാവുക എങ്കിൽ one day you will be successful. Then finally ഒന്നും പറയുന്നില്ല, ഈ വിളിച്ചതിന് ഒരുമിച്ച് കൂടിയതിന് എല്ലാവിധ നന്ദിയും പറഞ്ഞുകൊണ്ട് നിങ്ങളെ വിജയത്തിന്റെ ഏറ്റവും വലിയ ഉത്തുംഗ ശിഖരത്തിന്റെ പരമകാഷ്ഠയിൽ നിങ്ങൾ വിരാജിക്കുന്ന നാള് വരെ ഓരോ സെക്കൻഡിലും നിങ്ങൾക്ക് വേണ്ടി ശബ്ദം കൊണ്ട് ഇടപെടൽ കൊണ്ട് എല്ലാവിധ സപ്പോർട്ടും പ്രഖ്യാപിച്ചുകൊണ്ട് ഈ വിളിച്ചതിന് ഈ അഗൈതവമായിരിക്കുന്ന നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നാളെ ഇവിടെ വിജയ ചക്രവാളത്തിലെ ഡയമണ്ട് സൂര്യ തേജസ്സായി നിങ്ങൾ പ്രഭാവലയം തീർത്ത് മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ ദിവ്യ വിളക്കുകളായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് wishing all the best and God, thank you once again.